കർത്താവിന്റെ സ്തോത്രം. നമ്മുടെ കരങ്ങളെ ഉയർത്തി നമ്മുടെ കർത്താവിനെല്ലാം മഹത്വം അർപ്പിക്കാമോ? ഹല്ലേലൂയ. കർത്താവ് നൽകിയ ഈ നല്ല അവസരത്തിനായി കർത്താവിനോട് നന്ദി പറയുന്നു. ഇന്ത്യ പെന്തക്കോസ്റ്റൽ ദൈവസഭയുടെ 86ാമത് കോട്ടയം ഡിസ്ട്രിക്റ്റിൻ്റെ സംയുക്തമായ ഈ ഒരു മീറ്റിങ്ങിൽ വരുവാൻ, ഇന്ന് രാവിലെയും ഇന്ന് വൈകിട്ടും നിങ്ങളോട് ഒരുമിച്ചായിരിക്കാൻ കർത്താവിൻ്റെ ജീവിതത്തിൽ തന്ന ഈ വിലയേറിയ നിമിഷങ്ങൾക്കായി എൻ്റെ ദൈവത്തിന് ഞാൻ എല്ലാം മഹത്വം അർപ്പിക്കുന്നു. ആദരണീയരായ കർത്താവിൻ്റെ ദാസന്മാരെ ഓരോരുത്തരെയും കർത്താവിൽ വന്ദനം ചെയ്യുന്നു. വിശേഷാൽ കോട്ടയം സെൻറ്ററിൻ്റെ നോർത്ത് സൗത്തിന് നേതൃത്വം കൊടുക്കുന്ന കർത്താവിൻ്റെ ദാസന്മാർ, പാസ്റ്റർ ജോയ് ഫിലിപ്പ് അവറുകൾ, കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഫിലിപ്പ് കുര്യാക്കോസ് അവറുകൾ, ജനറൽ കൺവീനറായി വർക്ക് ചെയ്യുന്ന പ്രിയ കർത്താവിൻ്റെ ദാസൻ ഗ്ലാഡ്സൺ ജേക്കബ്, കൂടാതെ വ്യത്യസ്ത സെൻറ്ററുകളിൽ വ്യത്യസ്ത ചുമതലകളിലുമൊക്കെ ആയിരിക്കുന്ന എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, എല്ലാ പ്രിയമുള്ളവരെയും യേശു കർത്താവിൻ്റെ നാമത്തിൽ ഒരിക്കൽ കൂടെ നിങ്ങളെല്ലാം വന്ദനം ചെയ്യുന്നു. അനുഗ്രഹീതരായ മ്യൂസിക് ടീമിനായി സ്തോത്രം, ജോൺസൺ അച്ചാനായി സ്തോത്രം. കർത്താവ് ഒരുമിച്ചൊരു സമയം തന്നു, അതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ മുമ്പിലായിരിക്കുന്ന അനുഗ്രഹീതരായ കർത്താവിൻ്റെ ദാസന്മാർ, മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ, നിങ്ങളെല്ലാവരെയും യേശു കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. ഞാൻ രാവിലെ പറഞ്ഞതുപോലെ ഒരു പുരുഷായുസ് മൊത്തം കർത്താവിൻ്റെ വേലയിൽ അധ്വാനിച്ച സീനിയറായിട്ടുള്ള അനേക ദൈവവൃത്യന്മാരുടെ മുമ്പിൽ നിൽപ്പാൻ കർത്താവ് എനിക്കിങ്ങനെ തന്നതൊരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. എൻ്റെ വയസ്സ് പോലും അത്ര ആയി കാണത്തില്ല. അവർ കർത്താവിൻ്റെ വേലയിൽ അധ്വാനിച്ച, ശുശ്രൂഷ ചെയ്ത ആ നാളുകൾ നോക്കിയാൽ പോലും കർത്താവ് അങ്ങനെ അവരിൽ കൂടെ ചെയ്ത പ്രവൃത്തികൾ, അല്ലെ കർത്താവ് അവരിൽ കൂടെ ചെയ്തത് അങ്ങനെയുള്ള പ്രവൃത്തികളായതുകൊണ്ട് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ കർത്താവ് ഞങ്ങളെപ്പോലെ ഉള്ളവർക്ക് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഒരുക്കി. എല്ലാത്തിനുമായി സ്തോത്രം. ഒരിക്കൽ വിതച്ചതിൻ്റെയാണ് പലപ്പോഴും നമുക്ക് പിന്നീട് കൊയ്യുവാൻ വേണ്ടിയൊക്കെ പറ്റുന്നത്. എൻ്റെ മുമ്പിലുള്ള സമയം വളരെ ചുരുക്കമായതുകൊണ്ട് ഞാൻ ഓടി കർത്താവിൻ്റെ വചനത്തിലേക്ക് മുമ്പിലിട്ട് പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ദൈവവചനം കേൾക്കുവാൻ താല്പര്യമായിട്ടുള്ള ദൈവമക്കളുണ്ടെങ്കിൽ ആ കരങ്ങളെ ഉയർത്തി നമ്മുടെ കർത്താവിന് ഒരിക്കൽ കൂടി ഒരു മഹത്വം കൊടുക്കാമോ? നമ്മൾ കർത്താവിൻ്റെ വചനത്തിലേക്ക് കേൾക്കുക. ഇന്ന് നമ്മുടെ സെൻറ്ററിൻ്റെ മീറ്റിംഗ് ആണെങ്കിൽ പോലും ഒരു പക്ഷേ പൊതുവിൽ നിന്ന് നമ്മുടെ ശബ്ദ പരിധിക്കുള്ളിൽ കേൾക്കുന്ന ഒത്തിരിയും ദൈവമക്കൾ കാണാം. നിങ്ങളെല്ലാവരെയും കർത്താവിൽ നിങ്ങളെല്ലാം വന്ദനം ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥനയോടെ ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. രാവിലെ നമ്മൾ ചിന്തിച്ച അതേ വേദഭാഗത്തിലേക്ക് നമ്മുടെ ചിന്തകളെ കൊണ്ടുപോകാം. സെക്കറിയ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 4-5 വാക്യങ്ങൾ. ഒരിക്കൽ കൂടെ സെക്കറിയ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 4-5 വാക്യങ്ങൾ. നീ വേഗം ചെന്ന് ഈ ബാല്യക്കാരനോട് സംസാരിച്ചു, യെരൂശലേം അതിലെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ബഹുത്വ നിമിത്തം മതിലില്ലാതെ തുറന്നു കിടക്കും എന്ന് പറക. എന്നാൽ ഞാൻ അതിന് ചുറ്റും തീ മതിലായിരിക്കും, ഞാൻ അതിന്റെ നടുവിൽ മഹത്വമായിരിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഒരു വാക്യം കൂടെ നമുക്ക് വായിക്കാം. സെക്കറിയ പ്രവാചകന്റെ പുസ്തകത്തിൽ തന്നെ 3-ാം അധ്യായം അതിൻ്റെ 4-ാം അധ്യായം അതിന് 6-ാമത്തെ വാക്യം. സെക്കറിയ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം അതിന് 6-ാം വാക്യം കൂടെ നമുക്ക് ഇന്ന് രാത്രി. അവൻ എന്നോട് ഉത്തരം പറഞ്ഞതെന്നാൽ, സെരുബ്ബാബേലിനോടുള്ള യഹോവയുടെ അരുളപ്പാട് ആവിത്, സൈന്യത്താലല്ല ശക്തിയാലുമല്ല എൻ്റെ ആത്മാവിനാലത്രേ എന്ന് സൈന്യങ്ങളെ യഹോവ അരുളി ചെയ്യുന്നു. ഈ നല്ല വാക്യത്തിനായി നമ്മുടെ കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ ദൈവജനം ശബ്ദം ഉയർത്തി ഒന്ന് സ്തുതിക്കാമോ? ശബ്ദമുയർത്തി ദൈവത്തോട് നന്ദി പറയാമോ? ഹല്ലേലൂയ. നമ്മൾ രാവിലെ കേട്ടു കർത്താവിൻ്റെ വചനത്തിൽ കൂടെ നമ്മളെ മനസ്സിലാക്കി തരുന്നത് ഏതൊക്കെ തലമുറയിൽ ദൈവം ആരെയൊക്കെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടിയോ കർത്താവിൻ്റെ പദ്ധതിക്ക് വേണ്ടിയോ വിളിച്ചിട്ടുണ്ടോ അവർക്കെല്ലാം ദൈവം ആദ്യമായി അല്ലെങ്കിൽ ഏറ്റവും മുന്നോടിയായിട്ട് പ്രദാനം ചെയ്ത ഒരു കാര്യമായിരുന്നു ദൈവത്തിൻ്റെ സുരക്ഷ. ദൈവത്തിൻ്റെ കാവലില്ലാതെ ഈ ഇരുട്ട് നിറഞ്ഞ ഭൂമിയിൽ ജീവിക്കുന്നത് അസാധ്യമാണ്. നമ്മൾ ഇന്ന് പൊതു മീറ്റിംഗൂടെ ആയതുകൊണ്ട് അല്പകാര്യങ്ങൾ, ഇന്നത്തെ സമകാലികമായ കാര്യങ്ങൾ ഒന്നുകൂടെ നോക്കിപ്പാം. ഇസ്രയേൽ എന്ന് പറഞ്ഞൊരു രാജ്യം ഇന്ന് ഭൂമിയുടെ ഭൂമുഖത്ത് നിലനിൽക്കണമെങ്കിൽ അവരുടെ ടെക്നോളജി ഒന്നുമല്ല, അവർക്ക് ദൈവം കൊടുത്ത മറ്റൊരു ഡിഫൻസിൻ്റെ വെപ്പണൊന്നും അല്ല. അവരെ വിളിച്ച ഒരുവൻ മയങ്ങുന്നില്ല, അവരെ വിളിച്ച ഒരുവൻ ഉറങ്ങുന്നില്ല. 121-ാം സങ്കീർത്തനത്തിൽ പ്രകാരം പറയുന്നു, ഇസ്രയേലിൻ്റെ പരിപാലകൻ. എൻ്റെ കൂടെ ഒന്ന് വാചനം ഉരുവിടാൻ പറ്റുമെങ്കിൽ ദൈവമക്കളോടുകൂടി രാവിലെ പറഞ്ഞതുപോലെ ഞാൻ പറയാം, നമുക്ക് ഒരുമിച്ചൊന്ന് ഉരുവിടാം. ഇസ്രയേലിൻ്റെ പരിപാലകൻ മയങ്ങുന്നില്ല, ഉറങ്ങുന്നില്ല. യഹോവ നിന്റെ പരിപാലകൻ, യഹോവ നിന്റെ വലത്തുഭാഗത്ത് നിനക്ക്
തണൽ. ഉറക്കെ പറയാമോ ദൈവജനമേ? നിനക്ക് തണൽ. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും ബാധിക്കുന്ന ചില വിഷയമുള്ളത് കൊണ്ടാണ് കർത്താവ് അത് എഴുതിയത്. ഇന്ന് രാത്രിയിലും കോട്ടയത്തിൻ്റെ മീതെ ഇതുപോലെയുള്ള കാവൽ ദൈവജനത്തിൻ്റെ മീതെ ഇറങ്ങി വരട്ടെ. കുടുംബങ്ങളുടെ മീതെ ഇറങ്ങി വരട്ടെ. വ്യക്തികളുടെ മീതെ ഇറങ്ങി വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആദ്യത്തെ മിനിറ്റുകളിൽ, അല്ലെങ്കിൽ വിളിച്ചു പറയുക, ദൈവജനത്തിന് ചുറ്റും ദൈവം തീമതിലായി കാവലായി ഇറങ്ങട്ടെ. ഇസ്രയേലിന്റെ ചരിത്രങ്ങൾ നമ്മൾ അല്പകാര്യങ്ങളും കൂടെ രാവിലെ കേട്ടായിരുന്നു. ഇസ്രയേലിന് ദൈവം എവിടെയൊക്കെ വിളിച്ചിട്ടുണ്ട്. അവർക്കെല്ലാം മതിലുണ്ടായിരുന്നു. ഇസ്രയേലിന് മാത്രമല്ല, വ്യക്തികളെ വിളിച്ചിട്ടുണ്ട്. നമ്മൾ അബ്രഹാമിന്റെ കാര്യം കണ്ടു. അബ്രഹാമിന്റെ ചരിത്രം ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നു, അബ്രഹാമേ, ഞാൻ നിന്റെ പരിചയും നിന്റെ അതിമഹത്തായ പ്രതിഫലവുമാകുന്നു. ആദ്യമേ ദൈവം പറഞ്ഞത് എന്തുവായിരുന്നു? അബ്രഹാമേ, ഞാൻ നിന്റെ പരിചയ. നമുക്ക് ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടു. ഇവിടെ നമ്മൾ കണ്ടു, ഈ തീമതിലായിട്ട് ദൈവം ഇറങ്ങുമ്പോൾ മാത്രമേ ജനത്തിനും സഭയ്ക്കും ഒരു വളർച്ച നടക്കാൻ പറ്റത്തുള്ളൂ. ഇന്ന് രാത്രിയിലും ആ ദൈവത്തിൻ്റെ കാവൽ നമ്മുടെ മീതെ ഇറങ്ങി വരട്ടെ ഞാൻ പ്രാർത്ഥിക്കുക. വ്യക്തിപരമായി നമ്മുടെ മീതെ ഇറങ്ങി വരട്ടെ. കുടുംബപരമായി നമ്മുടെ മീതെ ഇറങ്ങി വരട്ടെ. പക്ഷേ അങ്ങനാണോ ദൈവവചനം പറയുന്നത്? അങ്ങനെ തന്നെയാണ് ദൈവവചനം പറയുന്നത്. ദൈവം ഏതെങ്കിലും തലമുറയിൽ ആരെയെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഇയ്യോബിന്റെ ചരിത്രം കൂടെ ഒന്നും അവിടെ ഇവിടെ നിന്ന് നോക്കിയിട്ട് ഓടി വാക്യത്തിലേക്കൊന്ന് വരാം. ഇയ്യോബിന്റെ ചരിത്രത്തിൽ ഇപ്രകാരം പറയുന്നു, ഒരിക്കൽ സാത്താൻ ഇയ്യോബിന്റെ നന്മകളെ എല്ലാം നോട്ടമിട്ട് ഭൂമിയിലൊന്ന് ഊടാടി സഞ്ചരിക്കാൻ വേണ്ടി വന്നു. അവൻ ഇയ്യോബിന്റെ എല്ലാ നന്മകളെയും കണ്ടു കഴിഞ്ഞിട്ട് അവൻ നോക്കി എങ്ങനെങ്കിലും ഇയ്യോബിന്റെ ആ പരിധിക്കകത്തൊന്ന് കയറാൻ പറ്റുമെന്ന്. 6,000 ഒട്ടകം, 7,000 ആടുമാടുകൾ, എത്രയധികം സമ്പത്ത്, മൃഗസമ്പത്തുള്ള ഇതിനെ ഏതിനെങ്കിലും ഒന്ന് തൊടാൻ പറ്റണമെന്ന് ഈ സാത്താൻ ആകുന്ന നോക്കി. പക്ഷെ ഇതിനെ ഒന്നും തൊടാൻ പറ്റുന്നില്ല. എന്താ കാരണം എന്നറിയാമോ? ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായം 9-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, സാത്താൻ ദൈവസന്നിധിയിൽ നിൽക്കാൻ ചെല്ലുമ്പോൾ ദൈവം ചോദിച്ചു, നീ എവിടുന്നാ വരുന്നത്? നീ എൻ്റെ ദാസനായ ഇയ്യോബിന്റെ മേൽ ദൃഷ്ടി വെച്ചോ. ദൈവം ചോദിച്ചത്, ഭൂമിയിൽ നീ ഊടാടി സഞ്ചരിക്കാൻ പോയപ്പോൾ ഭൂമിയിലുള്ള ബിൽ ഗേറ്റ്സിനെ കണ്ടോ, അല്ലെങ്കിൽ ഇവിടുത്തെ ബിസിനസ്സുകാരെ കണ്ടോ, ഇവിടുത്തെ ഇന്നാളിനെ കണ്ടോ എന്നല്ല ദൈവം ചോദിച്ചത്. ദൈവം ആദ്യമേ ചോദിച്ചത്, തൻ്റെ ദാസനായ ഇയ്യോബിന്റെ മേൽ ദൃഷ്ടി വെച്ചോ. നമ്മുടെ ദൈവം നമ്മളെക്കുറിച്ച് കരുതുന്ന ഒരു ദൈവമാ. ഇന്ന് രാത്രിയിൽ ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളെ കുറിച്ചും ചിന്തയുള്ള ഒരു ദൈവമാ നമ്മുടെ ദൈവം. എന്നിട്ട് നേരെ സാത്താൻ പറയുന്ന മറുപടി എന്തോന്നറിയാമോ? നീ അവനും അവന്റെ വീടിനും അവനുള്ള സകലത്തിനു ചുറ്റും വേലി കെട്ടിട്ടില്ലയോ? ഒരു ദൈവ പൈതലിന് ചുറ്റും 3 ലെവലിലുള്ള കാവലുണ്ട്. വിശ്വസിക്കാൻ പറ്റുന്ന ദൈവമക്കൾ ഇതിനകത്തുണ്ടോ? ഒരു ദൈവ പൈതലിന് 3 ലെവലിലുള്ള കാവലുണ്ട്. ഒന്നാമത്തെ കാവൽ വ്യക്തിപരമായ കാവൽ. നീ അവന് ചുറ്റും കാവൽ കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തേത്, നീ അവന്റെ കുടുംബത്തിന് ചുറ്റും കാവൽ കൊടുത്തിട്ടുണ്ട്. മൂന്നാമത്തേത്, അവനുള്ള സകലത്തിനു ചുറ്റും കാവൽ കൊടുത്ത ദൈവം. ഇന്ന് രാത്രിയിലും ചില ദൈവമക്കളുടെ ജീവിതത്തിനും കുടുംബത്തിനു ചുറ്റും ഈ കാവൽ ഒന്ന് എസ്റ്റാബ്ലിഷ് ആകട്ടെ. നമുക്ക് അല്പകാര്യങ്ങളൊന്ന് ചിന്തിച്ച് മുൻപോട്ട് പോകാം. എങ്ങനെയാണ് ഈ സാത്താൻ പ്രവർത്തിക്കുന്നതെന്നറിയാം. ഒത്തിരി കുടുംബങ്ങളുടെ അകത്ത് നന്മകളുടെ സമയമാകുമ്പോൾ, അനുഗ്രഹങ്ങളുടെ സമയമാകുമ്പോൾ, ഉയർച്ചയുടെ സമയമാകുമ്പോൾ ഇവരുടെ ജീവിതത്തിൽ നഷ്ടങ്ങൾ വരുന്നു. പർട്ടിക്കുലർ സമയമാകുമ്പോൾ നഷ്ടങ്ങൾ വരുന്നു, പ്രശ്നങ്ങൾ വരുന്നു. ഞാൻ ഒരു ഉദാഹരണം ഒന്ന് പറയട്ടെ. മറ്റാരെയും ഒരു വ്യക്തിയെ പറയാതെ ഒരു സംഭവം ഒന്ന് എടുത്തു പറയട്ടെ. ഒരിക്കൽ 3 വർഷങ്ങൾക്ക് പുറകിൽ ബാംഗ്ലൂരിൽ ഒരു സ്ഥലത്തുനിന്ന് രാത്രി ഞങ്ങൾക്ക് ഫോൺ വന്നു. ഓടി അവിടുത്തെ വീട്ടിലെ വ്യക്തിക്ക് അല്പം പ്രശ്നമായി എന്ന് പറഞ്ഞ് ഞങ്ങൾ ഓടി ഇവിടെ ചെന്നു. ഞാനും കർത്താവിന്റെ ദാസന്മാരും എല്ലാം കൂടെ ഓടി ഇവിടെ ചെന്നു, പ്രാർത്ഥിക്കാൻ ചെന്നു. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഈ വ്യക്തി ആകപ്പാടെ വേറൊരു വ്യക്തിയായി മാറിയിരിക്കുക. പള്ളിയിൽ വരുന്ന വ്യക്തിയാ വല്ലപ്പോഴുമൊക്കെ, പക്ഷെ എന്നാലും എന്തോ പ്രശ്നം ഉണ്ടായത് നിമിത്തം ആ വ്യക്തി മറ്റൊരു ആളായി, ഒരു മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ആയിട്ടുള്ള മറ്റൊരു വ്യക്തിയായി മാറി. അന്ന് രാത്രി മൊത്തം ഞങ്ങൾ മണിക്കൂറുകൾ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. ഈ ശബ്ദം, ഈ വ്യക്തി ഉണ്ടാക്കുന്ന ശബ്ദങ്ങളൊക്കെ കേട്ടുകൊണ്ട് പോലീസുകാർ കയറി വന്നു. കാരണം നമ്മുടെ വീടുകളൊക്കെ അടുക്കലാണല്ലോ, അതുകൊണ്ട് ഒത്തിരി ശബ്ദം ഉണ്ടാക്കാൻ പറ്റത്തില്ല. എങ്ങനെയോ പോലീസുകാർ കയറി വന്നു. പോലീസുകാരവിടെ കയറി വന്നിട്ട് ആ സാറുമാരോട് പറയുക, അവർ നോക്കിയിട്ട് പറയാം, ഇന്നത്തെ ദിവസം അവർ പറയാം അമാവാസിയുടെ ദിവസമാണ്.
അതും കൊണ്ടാണ് ഇവന് പ്രശ്നമുണ്ടാകുന്നത് എന്ന് പറയുക. പള്ളിയിൽ വരുന്ന ചെറുക്കനാ, പക്ഷെ പല കൂട്ടായ്മയിൽ വരുന്നത്. പക്ഷെ എങ്ങനെ പ്രശ്നമുണ്ടായി? ആ പ്രശ്നങ്ങൾ എങ്ങനെയാണെന്ന് ഞാൻ ദൈവമക്കളുടെ മുമ്പിൽ ദൈവവചനത്തിൽ നിന്ന് തുറക്കുക. ഇന്ന് രാത്രിയിൽ ഇവിടുത്തെ മീറ്റിംഗ് കഴിഞ്ഞ് ദൈവമക്കൾ ഇറങ്ങിപ്പോകുന്നതിന് മുമ്പേ നമ്മുടെ വീടിന് ചുറ്റും ഒരു വേലിയുമായിട്ട് ഇറങ്ങിപ്പോകാവൂ. ഇവിടെ ഇരുന്ന് നമുക്ക് വേലികളെ പണിയാം. ദൈവത്തിന്റെ വേലിയുണ്ടോ? ഒരു സാത്താനും കയറാൻ പറ്റത്തില്ല. ദൈവവചനത്തിൽ ഇയ്യോബിന്റെ പുസ്തകത്തിൽ ഇപ്രകാരം പറഞ്ഞ, സാക്ഷാൽ സാത്താൻ ലൂസിഫർ ദൈവത്തോട് പോയി പെർമിഷൻ ചോദിക്കുക. ദൈവം കെട്ടിയ വേലിക്കകത്ത് കയറാൻ ആരുടെ പെർമിഷൻ വേണം? ഒന്ന് പറഞ്ഞ ദൈവജനമേ, ദൈവം കെട്ടിയ വേലിക്കകത്ത് കയറണമെങ്കിൽ ആരുടെ പെർമിഷൻ വേണം? ദൈവത്തിന്റെ പെർമിഷൻ ഇല്ലാതെ ഇന്ന് രാത്രിയിൽ ദൈവജനത്തിന് ചുറ്റും ഈ വേലി കെട്ടിയാൽ സാക്ഷാൽ ലൂസിഫറിന് പോലും നിന്റെ വേലിക്കകത്ത് കയറാൻ പറ്റത്തില്ല. നിന്റെ നന്മകളെ തൊടാൻ പറ്റത്തില്ല. അത്ര ശക്തമേറിയ വേലി ചില കുടുംബങ്ങൾക്ക് ചുറ്റും ദൈവം കെട്ടട്ടെ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ കാര്യങ്ങളെ ഉയർത്തി മറികെ നോക്കിയേ. പല സമയത്തും നഷ്ടങ്ങൾ. എങ്ങനെ പിശാചിന്റെ പ്രവർത്തനങ്ങൾ? എങ്കിലേ വേലിയുടെ മഹത്വം നമ്മൾ അറിയാൻ പറ്റത്തുള്ളൂ. ഒന്നാമത്തെ കാര്യം, സാത്താൻ പ്രവർത്തിക്കുന്ന പ്രവർത്തനത്തിന് പറയുന്ന പേരാ ഹി പൊസസ്ഡ്. അവൻ ജനത്തെ, വ്യക്തികളെ ബാധിക്കും. പാപത്തിൽ ജീവിക്കുന്ന, അശുദ്ധിയിൽ ജീവിക്കുന്ന, ദുഷ്ടതയിൽ ജീവിക്കുന്ന, അതിൽ രസിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ സാത്താൻ കയറി പൊസസ് ചെയ്യും, സാത്താൻ കയറി ബാധിക്കും. ഇങ്ങനെയുള്ള വ്യക്തികളായിരിക്കും ദൈവ സാന്നിധ്യം ഇറങ്ങി വരുമ്പോൾ, പരിശുദ്ധാത്മ സാന്നിധ്യം ഇറങ്ങി വരുമ്പോൾ ഇങ്ങനെയുള്ള വ്യക്തികളിൽ നിന്ന് ദുരാത്മാക്കൾ പുറത്തു വരും. ഒന്നാമത്തെ സാത്താൻ ബാധിക്കുന്ന അതിന് വിളിക്കുന്ന പേരാണ് പൊസസ് ചെയ്യുക. അവൻ ബാധിക്കുക എന്ന് പറയും. രണ്ടാമത്തെ രീതി, സാത്താൻ പ്രശ്നം ഉണ്ടാക്കുന്ന, അല്ലെ സാത്താൻ എങ്ങനെ പ്രവർത്തിക്കുന്ന എന്നുള്ള രണ്ടാമത്തെ രീതി, ഹി വിൽ ഇൻഫ്ലുവൻസ്. അവൻ വ്യക്തികളെ സ്വാധീനിക്കും. ചില വ്യക്തികൾ അറിയാം, അവർക്ക് പ്രാർത്ഥിച്ചാൽ പോകാൻ വേണ്ടി ഒന്നും കാണത്തില്ല, പക്ഷേ അവർ മറ്റൊരു സ്വാധീനത്തിന്റെ കീഴിലായിരിക്കും. അവരുടെ ചിന്തകൾ, അവരുടെ രീതികൾ, ഇതെല്ലാം മറ്റൊരു സ്വാധീനത്തിന്റെ കീഴിലായിരിക്കും. അവർ പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ അറിയാം ഏതോ മറ്റൊരു സ്വാധീനത്തിന്റെ കീഴിൽ പറയുന്നു. രണ്ടാമത്തെ രീതി ഇൻഫ്ലുവൻസ്. ഒന്നാമത്തെ പൊസസ് ചെയ്യുന്നു, രണ്ടാമത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. മൂന്നാമത്തെ രീതി എന്ന് പറയുന്നത് അവന്റെ ലൈഫിൽ ഓപ്പൺ ഡോർ കിടക്കുക. പാപം നിമിത്തം എഫേസ്യ ലേഖനം പറയുന്നു, പാപമാണ് പിശാചിന് വേണ്ടി കയറി വരാനുള്ള ഇടം. പാപം നിമിത്തം അവന്റെ വേലി തകർന്നുപോയി. പാപം നിമിത്തം അവന്റെ മതിലുകൾ ഇടിയപ്പെട്ടു. ആ മതിലുകൾ ഇടിയപ്പെട്ടു. അവൻ സമയം നോക്കി നിൽക്കും, എപ്പം കയറി വരണമെന്ന്. അനുഗ്രഹത്തിന്റെ, ഉയർച്ചയുടെ, നന്മയുടെ, അല്ലെ ബൈബിളിന്റെ ഭാഷ പറഞ്ഞാൽ കൊയ്യണ്ടിയ സമയമാകുമ്പോൾ ഇവനൊന്ന് കയറി വരും. കൊയ്യണ്ടിയത് മൊത്തം തകർത്ത് കളഞ്ഞിട്ട് ഇവൻ ഇറങ്ങിപ്പോകും. ഇവൻ ഇറങ്ങിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ പുള്ളിയെ ചർച്ചയിൽ കൊണ്ടുവന്ന് എവിടെയെങ്കിലും കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചാൽ പോലും അവന്റെ അകത്തുനിന്ന് ഇറങ്ങിപ്പോകാൻ ഒന്നുമില്ല. കാരണം ഇറങ്ങിപ്പോകേണ്ടിയവൻ ഇറങ്ങിപ്പോയി. പക്ഷെ ഇവന്റെ ലൈഫിൽ ഓപ്പൺ ഡോർ കിടക്കുക. ഇവന്റെ ലൈഫിൽ ലീഗൽ ക്ലെയിം കിടക്കുക. ഈ കിടക്കുന്ന ക്ലെയിം, ഈ കിടക്കുന്ന മതിലുകൾ ഇടിയപ്പെട്ടതിനെ അടയ്ക്കാതെ ഒരിക്കലും ആ വ്യക്തിയുടെ ലൈഫിൽ ഉയർച്ച ഉണ്ടാകത്തില്ല. ഒരിക്കലും ആ വ്യക്തിക്ക് വളരാൻ പറ്റത്തില്ല. ഇന്ന് രാത്രിയിൽ ഇടിയപ്പെട്ട മതിലുമായിട്ട് ഏതെങ്കിലും കുടുംബങ്ങളിലുള്ള വ്യക്തികൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, സാത്താന്റെ പദ്ധതികൾ നിന്റെ ജീവിതത്തിന് ചുറ്റും വരികയില്ല. അത് നിന്നോട് അടുക്കുകയില്ല. എത്രയധികം വചനത്തിൽ കൂടെ 150-ലധികം സങ്കീർത്തനങ്ങളുണ്ട്. അതിൽ 70-ലധികം സങ്കീർത്തനങ്ങൾ ദാവീദ് മാത്രം എഴുതിയതാ. 150 സങ്കീർത്തനങ്ങളുടെ അകത്ത് ഒറ്റ വാക്കെങ്കിലും കാവലിനെ ചിത്രീകരിക്കാത്ത ഒറ്റ വാക്കുകളില്ല. 1-2 വാക്കുകൾ, കുറച്ച് വാക്കുകൾ ഞാനൊന്ന് പറയട്ടെ. അവനെന്റെ സങ്കേതമാ, അവനെന്റെ പരിചയ, അവനെന്റെ കോട്ടയ, അവനെന്റെ ശരണമാ, അവനെന്റെ മറവിടമാ, അവനെന്റെ തൂവല, അവനെന്റെ പാറയ, വെളിച്ചമാ, രക്ഷയ. എത്രയധികം വാക്കുകളാ സങ്കീർത്തനക്കാരെ വിളിച്ചു പറയുന്നത്. അവർക്കെല്ലാം ആ തലമുറയിൽ മനസ്സിലായി, ദൈവത്തിന്റെ സുരക്ഷയില്ലാതെ, ദൈവത്തിന്റെ കാവലില്ലാതെ, ഇരുട്ടു നിറഞ്ഞ, വഞ്ചന നിറഞ്ഞ ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റത്തില്ല. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ കാവലിന് വേണ്ടി ഹൃദയത്തിലൊന്ന് പ്രാർത്ഥിച്ചോ. നമ്മുടെ വീടുകളുടെ ചുറ്റിനും ഈ തീമതിലൊന്ന് ഇറങ്ങി വരട്ടെ. ഇസ്രായേലിനെ എവിടെയൊക്കെ ദൈവം നട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ ദൈവജനത്തെ എവിടെയൊക്കെ നട്ടിട്ടുണ്ടോ, ആദ്യമേ ദൈവം പ്രദാനം ചെയ്ത ദൈവത്തിന്റെ സുരക്ഷയായിരുന്നു. ഞാൻ ദൈവവചനത്തിൽ കൂടി ആ ഭാഗങ്ങളിലേക്ക് ഒന്ന് കയറി വരട്ടെ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായത്തിൽ പ്രാവചനികമായിട്ട്
ഇസ്രയേലിനെ കുറിച്ച് ദൈവത്തിന്റെ പ്രവാചകനായ യെശയ്യാ വിളിച്ചു പറയുന്നുണ്ട്, എന്റെ പ്രിയന് കുന്നിന്റെ മേൽ ഒരു മുന്തിരി ഉണ്ടായിരുന്നു, ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. ആ മുന്തിരിത്തോട്ടം നടുന്നതിന് മുമ്പേ അവിടെ എഴുതിയേക്കുന്ന വാക്ക്, അവിടെ ആദ്യം ചക്കിട്ടെന്നല്ല എഴുതിയേക്കുന്നത്, അവിടെ ആദ്യം ഗോപുരം പണിതെന്നല്ല എഴുതിയേക്കുന്നത്, അവിടെ ആദ്യം ആ ഫീൽഡിനെ, വയലിനെ റെഡിയാക്കിയെന്നല്ല എഴുതിയേക്കുന്നത്. അവിടെ ആദ്യം എഴുതിയേക്കുന്ന വാക്ക് എന്തുവെന്നറിയാമോ? അവിടെ വേലി കെട്ടി. ഒന്ന് പറഞ്ഞ ദൈവമക്കളെ എന്റെ കൂടെ, എന്ത് കെട്ടി? വേലി കെട്ടി. ദൈവമാണോ ദൈവസഭയെ ഒരു ദേശത്ത് നടുന്നത്? നീ നടുന്നതിന് മുമ്പേ ദൈവം നിനക്ക് ചുറ്റും വേലി കെട്ടിയിട്ടുണ്ട്. ദൈവമാണോ ദൈവമക്കളെ നിങ്ങളുടെ കുടുംബങ്ങളെ ഓരോ അന്ധകാരത്തിൽ നിന്ന് വിടുവിച്ചെടുത്തത്? അവൻ വിടുവിച്ചെടുത്തിട്ട് വെറുതെ വിടത്തില്ല, അവൻ നിന്റെ ചുറ്റും. ഒന്ന് പറഞ്ഞേ ദൈവമക്കളെ, എന്തു ചെയ്തിട്ടുണ്ട്? വേലി കെട്ടിയിട്ടുണ്ട്. ഈ വേലിക്കകത്ത് നിന്നാൽ നാം വളരാനിടയായിത്തീരും. ഈ വേലിക്കകത്ത് നിന്നാൽ നാം വർദ്ധിക്കാനിടയായിത്തീരും. ഇന്ന് രാത്രി ഞാൻ വീണ്ടും വിളിച്ചു പറയുക, വേലികൾ തകരപ്പെട്ട ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, സമയം വരുമ്പോൾ നിന്റെ ജീവിതത്തിൽ നഷ്ടങ്ങൾ, പണനഷ്ടങ്ങൾ, ആരോഗ്യ നഷ്ടങ്ങൾ, നന്മ നഷ്ടങ്ങൾ, ഇതൊക്കെ വരുന്നുണ്ടെങ്കിൽ അവന്റെ തൂവലുകളുടെ അടിയിലേക്ക് ഇന്ന് രാത്രി നീ മടങ്ങി വാ. യെരൂശലേമിനെ നോക്കി ഒരിക്കൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് വിളിച്ചു പറഞ്ഞു, പ്രവാചകനെ കൊന്നവളെ, കോഴി തന്റെ കുഞ്ഞുങ്ങളെ. ഒന്ന് പറയാമോ ദൈവമക്കളെ? കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിന്റെ മറവിൽ മറയ്ക്കുന്നത് പോലെ ഞാൻ നിന്നെ മറച്ചുകൊള്ളാൻ എത്ര വട്ടം എനിക്ക് മനസ്സായിരുന്നു. എന്തോ കാവല. അപ്പൊ ദൈവം നട്ടിട്ടുള്ള, ദൈവം പണിതിട്ടുള്ള സകല വ്യക്തികൾക്ക് ചുറ്റും എന്തുണ്ടായിരുന്നു? എന്ന് പറഞ്ഞ ദൈവമക്കളെ, വേലി ഉണ്ടായിരുന്നു. ഇനി യെശയ്യാവിന്റെ പ്രവചന പുസ്തകത്തിലെ ഒരു വാക്കും കൂടെ കണ്ടിട്ട് നമുക്ക് ഓടിപ്പോകാം. പക്ഷേ കായ്ച്ചതോ, നട്ടത് നല്ല മുന്തിരിയാ, പക്ഷെ കായ്ച്ചതോ കാട്ടുമുന്തിരി. അവിടെ കാട്ടുമുന്തിരി കായ്ച്ചപ്പോൾ ദൈവം ആദ്യം അതിന്റെ ചക്കിനെ മാറ്റിയോ, ഗോപുരത്തെ മാറ്റിയോ, അതിന്റെ എന്ത് മാറ്റിക്കളഞ്ഞു? ആദ്യം ദൈവം മാറ്റിയത് അതിന്റെ വേലിയെ മാറ്റിക്കളഞ്ഞു. കണ്ടോ, ഇത് നിങ്ങൾ ദൈവമക്കൾ മറക്കല്ലേ. അതിന്റെ വേലിയെ മാറ്റിക്കളഞ്ഞു. വേലി പൊളിയപ്പെട്ടാൽ, കാവൽ നഷ്ടമായാൽ, സാത്താന്യ ശക്തികൾ, ചെറുകുറുക്കന്മാർ കയറി അതിനെ ആക്രമിക്കുക. അപ്പൊ കാവല് ഭയങ്കര ഇമ്പോർട്ടന്റ്. ഇവിടെയും കാണാം, ഇന്ന് രാവിലെ നമ്മൾ കണ്ടു, ഇസ്രയേലിന് ദൈവം കാവല് കൊടുത്തിട്ടുണ്ടായിരുന്നു, യെരൂശലേമിന് ദൈവം കാവല് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവർ ദൈവത്തിന്റെ പദ്ധതികളിൽ നിന്ന് മാറി. ആ ചരിത്രങ്ങളിലേക്കൂടെ നമുക്ക് ഓടിയെന്ന് വരാം. ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കൽപ്പനയായ ശബത്തിന്റെ കൽപ്പനകളെ ഇസ്രയേൽ തെറ്റിച്ചു. ദൈവം പറഞ്ഞു, 7-ാം വർഷം നീ കൃഷി ചെയ്യല്ലേ. ഇവർ വീണ്ടും കൃഷി ചെയ്തു. അങ്ങനെ രാവിലെ പറഞ്ഞു 490 സംവത്സരം അവർ ദൈവത്തിന്റെ ശബത്ത് വർഷം തെറ്റിച്ചു. ഇത് കഴിഞ്ഞു യെരമ്യാ പ്രവാചകനെ എഴുന്നേൽപ്പിച്ചു. BC 606 നെബൂഖദ്നേസർ രാജാവ് വന്നു കയറി ആദ്യത്തെ കൂട്ടരെ പിടിച്ചോണ്ടുപോയി. രാവിലെ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം 10 വർഷം കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ കൂട്ടരായിട്ട് നെബൂഖദ്നേസർ വന്നു. BC 596 വന്നിട്ട് വീണ്ടും വന്ന് ഒരു കൂട്ടം ആൾക്കാരെ പിടിച്ചോണ്ടുപോയി. അതിനകത്തുണ്ടായിരുന്ന ആളായിരുന്നു എസക്കിയേൽ എന്ന് പറഞ്ഞ പ്രവാചകനും സ്കിൽഡ് ആയിട്ടുള്ള നിപുണന്മാരായ ക്രാഫ്റ്റ്മാന്മാരും ഇങ്ങനെയുള്ള ആൾക്കാരും. അതിനുശേഷം അടുത്ത 10 വർഷം കഴിഞ്ഞപ്പോൾ BC 586 നെബൂഖദ്നേസർ രാജാവ്, ബാബിലോണിയ രാജാവായ നെബൂഖദ്നേസർ രാജാവ് വീണ്ടും വന്നു. ഇവിടെ വന്ന് ആലയത്തെ ഉഴുതുമറിച്ചു കളഞ്ഞു. ഇവിടെ ഉണ്ടായിരുന്ന സകല വ്യക്തികളെയും പിടിച്ചുകൊണ്ട് ബാബിലോണിലേക്ക് പോയി. ഈ പട്ടണം തകരപ്പെട്ടു. പക്ഷെ യെരമ്യാവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു 70 വർഷം കഴിയുമ്പോൾ നിവാസികൾ ഉണ്ടാകുമെന്ന്. ദൈവം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്റെ സമയത്ത് അവൻ പൂർത്തീകരിച്ചിരിക്കും. ഓ, വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇതിനകത്തുണ്ടോ? ദൈവം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്റെ സമയത്ത് അവൻ പൂർത്തീകരിച്ചിരിക്കും. ആരൊക്കെ തടയാൻ നോക്കിയാലും, യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ഒരു വാക്കുണ്ട്. ഈ പ്രവാസം നടക്കുന്നതിന്റെ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ പ്രവാചകൻ യെശയ്യാ പ്രവാചകൻ എഴുതി വെച്ച, ഞാൻ എന്റെ സമയം വരുമ്പോൾ ഞാൻ വടക്കിനോട് പറയും തടുത്തു വെക്കല്ലെന്ന്, ഞാൻ തെക്കിനോട് പറയും വിട്ടുതരിക എന്ന്, കിഴക്കിനോടും പടിഞ്ഞാറിനോടും ഞാൻ പറയും തടുത്തു വെക്കരുതെന്ന്. ഇന്ന് രാത്രി ചില ദൈവമക്കൾക്ക് വേണ്ടി ഈ ശബ്ദം മുഴങ്ങട്ടെ. നഷ്ടമായതിനെ ഒക്കെ തിരിച്ചു വരുത്തുന്ന ദൈവത്തിന്റെ വചനം ഈ രാത്രിയിൽ ദൈവമക്കൾക്ക് വേണ്ടി മുഴങ്ങട്ടെ. ദിക്കുകളോട് നീ കൽപ്പിക്കുക, തട്ടിക്കൊണ്ടുപോയത്, നീ കൊള്ളയായി കൊണ്ടുപോയത്, നീ കവർച്ച ചെയ്തു കൊണ്ടുപോയത് യേശുവിന്റെ നാമത്തിൽ മടക്കി തരാൻ പറ.
ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുക. ഇന്നത്തെ കാലഘട്ടത്തിൽ നോക്കിക്കേ, ഇസ്രായേൽ യേശു കർത്താവ് തന്റെ ശുശ്രൂഷ കാലത്ത് വിളിച്ചു പറഞ്ഞു, അത്തി മുതലായ വൃക്ഷങ്ങൾ തളിർക്കുമ്പോൾ ഓർത്തുകൊള്ളുക, വേനലെടുത്തു. അത്തി എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ ഇസ്രായേൽ. 1948 മെയ് 14 തളിർത്തു. അവൻ രാജ്യമായി തീർന്നു. ഒലിവെന്ന് പറഞ്ഞാൽ റിലീജിയസ് ഇസ്രായേൽ. അവൻ 1980 റിലീജിയസ് ഇസ്രായേൽ സ്ട്രോങ് ആയി. അടുത്തത് മുന്തിരി എന്ന് വെച്ചാൽ സ്പിരിച്വൽ ഇസ്രായേൽ, ആത്മീകമായിട്ടുള്ളത്. അവൻ തളിർത്തുകൊണ്ടിരിക്കുക. ഇന്ന് ആ ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം തളിർത്തു. അവന്റെ നേരെ പ്രശ്നമായിട്ട് വരിക. പക്ഷെ ഇന്ന് പകൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും, യുദ്ധവും പ്രശ്നങ്ങളും ഒക്കെ നടക്കുമ്പോൾ നമ്മുടെ കർത്താവ് പറഞ്ഞ വചനം, അവന്റെ വരവ് ഏറ്റവും അടുത്തുകൊണ്ടിരിക്കുക. അവന്റെ വരവെങ്കിലേക്ക് നമ്മൾ ഓരോ ചുവട് നടന്നുകൊണ്ടിരിക്കുക. ഇസ്രായേലിന്റെ ചരിത്രങ്ങളിലേക്ക് നമുക്കൊന്ന് മടങ്ങി വരാം. ഇവരെ പിടിച്ചോണ്ടുപോയി, ബാബിലോണിൽ പിടിച്ചോണ്ടുപോയി. ബാബിലോണിൽ ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യമല്ല, ദൂരെ കിടക്കുന്ന മറ്റൊരു രാജ്യമാണ്. മെസപ്പൊത്തോമിയ കിടക്കുന്ന ഒരു രാജ്യമാണ് ബാബിലോൺ എന്ന് പറയുന്ന സ്ഥലം. ഈ സ്ഥലത്തേക്ക് പിടിച്ചോണ്ട് പോകുമ്പോൾ അന്നുണ്ടായിരുന്ന ഏറ്റവും ശക്തമേറിയ രാജ്യമാണ് ബാബിലോൺ. ബാബിലോണിനെ കുറിച്ചുള്ള ചരിത്രം ഞാൻ ഈ ദൈവവചനത്തിന്റെ ഭാഗം പഠിക്കുമ്പോൾ, ഈ പഠിക്കുന്നതിന് മുമ്പേ, അല്ലെ ദൈവാത്മാ പറയുന്നതിന് മുമ്പേ എൻ്റെ ഉള്ളിൽ ഒരു ചെറിയ ഭയം ഉണ്ടായിരുന്നു. എന്തോ ഭയം എന്നറിയാമോ? ദൈവമേ, കർത്താവിന്റെ വേല ചെയ്യാൻ എങ്ങനെ പറ്റും? പ്രതിസന്ധികളും പ്രശ്നങ്ങളും പല കാര്യങ്ങൾ ദേശത്തു നിന്നൊക്കെ എഴുന്നേറ്റ് വരുന്നു, കാര്യങ്ങളൊക്കെ തിരിച്ചുമറിയുന്നു, എങ്ങനെ പറ്റും എന്നൊക്കെ ഞാൻ ഓർത്ത് ചിന്തിച്ച് ആകുലപ്പെട്ടിരിക്കുമ്പോൾ ഈ ദൈവത്തിന്റെ വചനം എന്നെ ഒത്തിരി ബലപ്പെടുത്തിയത്. കർത്താവിന്റെ വചനത്തിൽ ദാനിയേൽ പുസ്തകത്തിൽ പറയുന്ന ഒരു വാക്കുണ്ട്, രാജാക്കന്മാരെ വാഴിക്കുകയും അവൻ രാജാക്കന്മാരെ നിഗ്രഹിക്കുകയും ചെയ്യുന്നു. സകല ഭൂരാജാക്കന്മാർക്കും മീതെ മഹാരാജാവായി ഒരുവൻ. സകല ഭൂരാജാക്കന്മാർക്കും മീതെ മഹാരാജാവായി ഒരുവൻ ഇന്നും വാഴുന്നുണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഉണ്ടെങ്കിൽ അത് നമ്മുടെ കർത്താവാണെന്ന്. എന്ത് കാര്യത്തെ നിയന്ത്രിക്കാൻ പറ്റുമെന്ന് നമുക്കൊന്ന് കാണാം. എന്നിട്ട് ഈ വിഷയത്തിലേക്കൊന്ന് മടങ്ങി വരാം. ബാബിലോൺ, ആ പേര് വരുന്നത് ബബ്ലു എന്നുള്ളൊരു വേർഡിൽ നിന്നാണ്, റൂട്ട് വേർഡ്. ആ വേർഡിന്റെ അർത്ഥം ഗേറ്റ് ഓഫ് ഗോഡ് എന്ന. ബബ്ലു എന്ന് പറയുന്ന വേർഡിന്റെ അർത്ഥം ഗേറ്റ് ഓഫ് ഗോഡ് എന്ന. അവിടെ ഫുൾ ഗേറ്റ് ആയിരുന്നു അവർക്ക് ഫുൾ ഉണ്ടായിരുന്നത്, ഗേറ്റ് ഓഫ് ഗോഡ്. ഇവിടേക്ക് പിടിച്ചോണ്ട് പോയെ ഈ പട്ടണത്തെ ഒരു വലിയ യൂഫ്രട്ടീസ് നദി, അർമേനിയയിൽ നിന്ന് ഒഴുകി വരുന്ന ഒരു യൂഫ്രട്ടീസ് നദി ആണ് ഈ പട്ടണത്തിന്റെ നടുക്കൂട് ഒഴുകുന്നത്. ഈ പട്ടണത്തിന്റെ നടുക്കൂടി ഇത് ഒഴുകുമ്പോൾ ഈ പട്ടണത്തിന് ചുറ്റും ഭയങ്കര വലിയ മതിലുണ്ട്. എനിക്ക് തോന്നുന്നു ഏകദേശം 56 മൈൽ വിസ്താരത്തിലുള്ള ഒരു മതിലുണ്ട്, ഭയങ്കര മതിൽ. ആ മതിൽ 2 മതിലുകൾ ചേർന്ന, ഇന്നർ മതിലും ഔട്ടർ മതിൽ രണ്ടും കൂടെ ചേർന്ന ഒരു വലിയ മതിലാണ്. ഈ ഒഴുകിപ്പോകുന്ന നദി 2 വശങ്ങളിലേക്കും തിരിച്ചുവിട്ടേക്കുക. കൃഷിയുടെ ആവശ്യത്തിനും പല കാര്യങ്ങൾക്ക് പോയി വീണ്ടും ഈ നദിയിലേക്ക് വരും. ഈ പട്ടണം ഭയങ്കര സുരക്ഷിതമാണ്. ഞാൻ എൻ്റെ ഓർമ്മയിൽ നിന്ന് പറയുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു 450 ടവറുകൾ ഈ മതിലിന് മുകളിലുണ്ട്. 450 ടവറുകൾ. ഒരിക്കലും ശത്രുവിനകത്ത് കയറാൻ പറ്റത്തില്ല. ഇനി ഈ പട്ടണത്തിനകത്ത് ആർക്കെങ്കിലും കയറണമെങ്കിൽ 8 മാസീവ് ഗേറ്റ് ഉണ്ട്. ഇതൊക്കെ പേർഷ്യൻ ചരിത്രങ്ങളിൽ കിടപ്പുണ്ട് കേട്ടോ. 8 മാസീവ് ഗേറ്റ് ഉണ്ട്. ഈ 8 മാസീവ് ഗേറ്റും താമ്രം കൊണ്ടും ഇരുമ്പും കൊണ്ടും ഉണ്ടാക്കിയതാണ്. ഇത് ലീഡ് ചെയ്യുന്നത് അടുത്ത ഒരു പ്രധാനപ്പെട്ട 100 കണക്കിന് കൊച്ചു ഗേറ്റിലാണ്. എന്ന് വെച്ചാൽ ഒരു കാലത്തും ശത്രുവിനകത്ത് കയറാൻ പറ്റത്തില്ല, ഒരിക്കലും കയറാൻ പറ്റത്തില്ല. അന്നത്തെ കാലത്തുള്ള ഏറ്റവും ശക്തമേറിയ രാജ്യമാണ്. അതിന് ഒരു തെളിവ് കൂടെ ഞാൻ തരാം. നെബൂഖദ്നേസർ രാജാവ് കാണുന്ന ഒരു സ്വപ്നമുണ്ട്. ആ സ്വപ്നത്തെ ദാനിയേൽ വ്യാഖ്യാനിക്കുമ്പോൾ ദാനിയേൽ പറയുന്ന ഒരു വാക്കുണ്ട്, യജമാനനെ അങ്ങ് തന്നെ ആ തങ്കം കൊണ്ടുള്ള തല. കാരണം അങ്ങയെപ്പോലെ രാജത്വത്തിന്റെ പ്രതാപം ഇനി ദൈവം ആർക്കും കൊടുക്കത്തില്ല. അതുപോലെ രാജത്വത്തിന്റെ പ്രതാപം കിട്ടിയ ഒരു വ്യക്തിയായിരുന്നു നെബൂഖദ്നേസർ 2. ആ വ്യക്തി അത് ഇസ്രായേലിനെ ഉപദ്രവിച്ചിട്ട് പോയത്. ഇന്ന് ഇസ്രായേലിനെ ഉപദ്രവിക്കുന്നവരല്ല ഇത് കേൾക്കേണ്ടത്. പിടിച്ചോണ്ട് പോയി. ഒരിക്കലും ഇതിനകത്ത് കയറാൻ പറ്റത്തില്ല. ഭയങ്കര മതില്. ഈ നദിക്കകത്തൂടെ പോലും ശത്രു കയറി വരാതിരിക്കാൻ ഭയങ്കര ഇരുമ്പഴികൾ വെച്ചേക്കാം 2 വശങ്ങളിലും.
ഇതൊരു പ്രത്യേക സമയത്ത് ഈ ഇരുമ്പടി തുറക്കും. എന്തിനാ? ഒഴുകി വരുന്ന അഴുക്കുകൾ ക്ലീൻ ചെയ്യാനും അകത്തുനിന്ന് ഒഴുകിപ്പോകുന്ന അഴുക്കുകൾ ക്ലീൻ ചെയ്യാനും രണ്ട് വശത്ത് ഭയങ്കര മതിൽ, ഭയങ്കര ഇരുമ്പഴികൾ വെച്ചേക്കുക. ഇങ്ങനെ ഭയങ്കര സുരക്ഷിതമായ ഒരു മതിലിനകത്തേക്കാ ഇവരെ പിടിച്ചോണ്ട് പോയത്. പക്ഷേ നിങ്ങൾക്കറിയാം ആ ഭാഗം, നെബൂഖദ്നേസർ 2 അഹങ്കരിച്ചപ്പോൾ മഹാരാജാവ് അവനെ കാട്ടിലോട്ട് നയിച്ചു. ആ വാക്കുകൾ നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടായിരിക്കാം. നെബൂഖദ്നേസർ രാജാവ് അഹങ്കരിച്ചപ്പോൾ ആ വ്യക്തിയെ, രാജകീയ പ്രൗഢിയുള്ള ആ വ്യക്തിയെ മഹാരാജാവായ ദൈവം അവനെ കാട്ടിലേക്ക് അയച്ചു. ഇന്ന് രാത്രിയിലും വിശ്വസിക്കുന്ന ദൈവമക്കൾ അവിടെ ഇരുന്ന് സ്തോത്രം പറഞ്ഞു. സകല രാജാക്കന്മാർക്ക് മീതെയും സകലത്തിനും മീതെയും വാഴുന്ന ഒരു സ്വർഗത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ഇതൊരു കഥയല്ല. ഇവിടെ പിടിച്ചോണ്ട് പോയി ദാനിയേൽ, ശദ്രക്, മേശക്, അബേദ്നേഗോ എല്ലാ വ്യക്തികളും ഇവിടെ വന്നേക്കുന്നത്. യെരമ്യാവിൽ കൂടെ ദൈവം പറഞ്ഞിട്ടുണ്ടായിരുന്നു 70 വർഷം കഴിയുമ്പോൾ പ്രവാസം കഴിയുമെന്ന്. 70 വർഷം കഴിയുമ്പോൾ BC 606 ആദ്യമേ പിടിച്ചോണ്ട് പോകുന്നേ. ഈ കാലഘട്ടം കഴിഞ്ഞു. ഇങ്ങനെ നെബൂഖദ്നേസറിന്റെ കാലഘട്ടം കഴിഞ്ഞു. തന്റെ മകനായ ബെൽസസർ രാജാവ് വന്നു. മകനായ ബെൽസസർ രാജാവ് നെബൂഖദ്നേസറിനെ കുറിച്ച് പറയുന്നത് ഈസ് എ വൈസ് കിങ് എന്ന, അവൻ ബുദ്ധിയുള്ള ഒരു കിങ് ആയിരുന്നു. പക്ഷെ ബെൽസസർ രാജാവിനെ കുറിച്ച് പറയുന്നത് ഈസ് എ ഫൂളിഷ് കിങ് എന്ന, അവന് വലിയ ബുദ്ധിയില്ല. അപ്പൻ കൊടുത്ത ആ കാര്യത്തിനകത്ത് അഹങ്കരിച്ചു പോയി. ബെൽസസർ രാജാവ് ഏകദേശം BC 539 എത്തിയപ്പോൾ, എന്ന് വെച്ചാൽ പ്രവാസത്തിന്റെ ഏകദേശം 68 വർഷം എത്തിയപ്പോ ബെൽസസർ രാജാവിന്റെ അകത്തൊരു ചിന്ത. എന്തോ ചിന്ത എന്നറിയാമോ? 1000 മഹത്വക്കൾക്ക് വേണ്ടി താൻ വലിയൊരു വിരുന്നൊഴുക്കി. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ കിടപ്പുണ്ട്. വലിയൊരു വിരുന്നൊരുക്കി താനും തന്റെ വെപ്പാട്ടികളും തന്റെ രാജസദസ്സിലുള്ളവരും എല്ലാവരും കൂടെ ചേർന്ന് വീഞ്ഞു കുടിച്ച് രസിച്ചോണ്ടിരിക്കുമ്പം തന്റെ അകത്തൊരു ചിന്ത, എനിക്ക് ഈ പാത്രത്തിൽ വീഞ്ഞു കുടിച്ചാൽ പറ്റത്തില്ല. എന്റെ പിതാവായ അപ്പൻ നെബൂഖദ്നേസർ രാജാവ് യഹോവയുടെ ആലയത്തിൽ നിന്ന് എടുത്തോണ്ട് വന്ന വിശുദ്ധമായ പൊന്നുകൊണ്ടും തങ്കം കൊണ്ടുമുള്ള പാത്രത്തിൽ എനിക്കൊന്ന് വീഞ്ഞു കുടിക്കണം. ആരോ പറഞ്ഞു അതേ തൊടല്ലേ, അതേ തൊട്ടാൽ തീക്കളിയാ എന്ന്. ഇന്ന് രാത്രിയിൽ ഓർത്തോ, ആ പാത്രത്തിൽ അഭിഷേകം പുരണ്ടതാ. ആ അഭിഷേകം വിശുദ്ധ പാത്രമായിരുന്നു. ബെൽസസർ പറഞ്ഞു കൊണ്ടുവാ, ആ പാത്രം കൊണ്ടുവാ. താനും തന്റെ തന്റെ വെപ്പാട്ടികളും രാജസദസ്സും എല്ലാം കൂടെ വീഞ്ഞു കുടിച്ച് രസിച്ചോണ്ടിരിക്കുമ്പോൾ ദേണ്ട വിളക്കിന് നേരെയുള്ള ഒരു ചുവരിൽ ദൈവത്തിന്റെ കൈ അവിടോട്ട് ഇറങ്ങി വന്നു. അവിടോട്ട് ഒരു എഴുത്തെഴുതി. എന്തോ എഴുത്തെഴുതിയെന്നറിയാമോ? മെനെ മെനെ തെക്കേ ഉഫസീൻ. ഈ എഴുത്തങ്ങോട്ട് എഴുതുകയും ഈ ബെൽസസർ രാജാവിന്റെ മുഖഭാവം മാറി. ബെൽസസർ രാജാവിന്റെ പാടിപ്പോയി, അവന്റെ അഴിഞ്ഞ് പാടിപ്പോയി. ദൈവത്തിന്റെ കരം ഇന്ന് പകലും ചെന്ന് രാത്രിയിലും ചിലതിന്റെ മേൽ വെളിപ്പെടട്ടെ. ബെൽസസർ രാജാവിന് ആകപ്പാടെ ഭയപരവശനായി. താൻ അവിടെ നിന്നൊരു ഓർഡർ കൊടുത്തു, ഇത് വായിച്ചു തരാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അവനെ രാജ്യത്തിന്റെ 3ാമനായി വാഴിക്കും. ആരെങ്കിലും ഉണ്ടോ? ഞാൻ ആ വാക്കുകൾ പ്രത്യേകിച്ച് യൗവനക്കാരുടെ കൂടെ പഠിപ്പിക്കുന്ന സമയത്ത് പറയാറുള്ളൊരു കാര്യമാണ്. ഭയങ്കര പാർട്ടി നടക്കുക. ഇതിനകത്ത് ദാനിയേൽ ക്ഷണിക്കപ്പെട്ടതാ. കാരണം ദാനിയേൽ അന്ന് അവിടുത്തെ ഗവർണറാ. ദാനിയേൽ അവിടുത്തെ ഒരു ഓഫീഷ്യലാ. ദാനിയേൽ എവിടെയാ? പെട്ടെന്ന് ബെൽസസർ രാജാവിന്റെ ഭാര്യ രാജ്ഞി ഓടി വന്നു. രാജ്ഞി വന്നിട്ട് പറഞ്ഞു, രാജാവേ, അങ്ങ് നീണാൾ വാഴട്ടെ. ഇത് വായിച്ചു തരാൻ ഇവിടെ വേറെ ആരും കാണത്തില്ല. അങ്ങയുടെ പിതാവ് പിടിച്ചോണ്ട് വന്ന ദിവ്യാത്മാവുള്ള ഒരുവനുണ്ട്. ആ ദാനിയേലിനെ, ബെൽസസർ എന്നാണ് എന്റെ പേര്, തന്നെ വിളിച്ചാൽ, ദാനിയേലിനെ വിളിച്ചാൽ അവൻ വന്ന് കാര്യങ്ങളുടെ അർത്ഥം ഗ്രഹിപ്പിച്ചു തരും. ആ ബെൽസസർ രാജാവ് പറഞ്ഞില്ല, പോയി നോക്കിക്കോ ഇവിടെ എവിടെയെങ്കിലും ടേബിളിൽ കാണുമെന്ന്. പുള്ളി വീഞ്ഞു കുടിക്കുന്നതിനകത്ത് ഇല്ല. ദാനിയേൽ എവിടെ ആയിരുന്നറിയാമോ? എങ്ങും ആ ടേബിളിനകത്തില്ലായിരുന്നു. എബ്രായൻ അറിയാം കാലങ്ങളും കാലങ്ങളുടെ ഗതികളും. ഓ ഗോഡ്, മനസ്സിലാകുന്നുണ്ടോ? എബ്രായൻ അറിയാം കാലങ്ങളും കാലങ്ങളുടെ ഗതികളും. ഇന്ന് രാത്രി കാലഘട്ടങ്ങളെ തിരിച്ചറിയുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുക. ദാനിയേൽ എവിടാന്നറിയാം? താൻ പ്രാർത്ഥനാ മുറിയില്ല.
പ്രാർത്ഥനാ മുറിയിൽ എന്തിനാ ഇരിക്കുന്നതെന്നറിയാമോ? യെരമ്യാ പ്രവാചകന്റെ പുസ്തകം ദാനിയേൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തനിക്കൊരു കാലസംഖ്യ മനസ്സിലാക്കി. 70 വർഷക്കാലം കൊണ്ട് ദൈവം യെരൂശലേമിനെ വീണ്ടും പണിയുമെന്ന്. ആ പണിയുമെന്ന് തിരിച്ചറിഞ്ഞ ദാനിയേൽ ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും പ്രാർത്ഥനാ മുറിയിലായിരിക്കുക. പ്രാർത്ഥനാ മുറിയിലായിരിക്കുന്ന ദൈവമക്കളുണ്ടോ? നിങ്ങൾ കേൾക്കാത്ത ചില വിളികൾ നിങ്ങളെ തേടി വരും. ദാനിയേലിന്റെ പ്രാർത്ഥന ഭയങ്കര ആഴമുള്ളതാ. ഞാൻ അവിടെ ഇവിടെ എന്നൊക്കെ ഓടിച്ചു പറഞ്ഞു പോവാ. ദാനിയേൽ പ്രാർത്ഥിക്കുമ്പോൾ 17-ാമത്തെ വയസ്സിൽ വന്നതാ. താൻ നേരെ ബാബിലോണിൽ ചെന്നു. ബാബിലോൺ എന്ന് പറഞ്ഞ ഇന്നത്തെ ഇറാഖിൽ ചെന്നു. എത്ര മൈലുകൾ ദൂരമുണ്ട്. അവിടെ ചെന്നു നേരെ കണ്ടുപിടിച്ചു എവിടെയാണ് യെരൂശലേം വരുന്നതെന്ന്. യെരൂശലേം ഏത് ഭാഗത്താണ് വരുന്നതെന്ന് കണ്ടുപിടിച്ചു. എന്തിനാ ദാനിയേൽ അങ്ങനെ കണ്ടുപിടിച്ചേ? ലേവ്യ പുസ്തകത്തിൽ ദൈവത്തിന്റെ പ്രമാണം കിടപ്പുണ്ട്. ലേവ്യ പുസ്തകത്തിലെ ദൈവത്തിന്റെ പ്രമാണമാണ്. ആ ലേവ്യ പുസ്തകങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഇസ്രായേൽ അവർ വാഗ്ദത്ത ദേശത്ത് കയറിയില്ല. കയറുന്നതിന് മുമ്പ് തന്നെ ദൈവം അവർക്ക് പ്രമാണം, മോശയിൽ കൂടെ കൊടുത്ത പ്രമാണമാ ലേവ്യ പുസ്തകം. പ്രമാണം കൊടുത്തു, ഇസ്രായേലേ നീ അവിടെ ചെല്ലും, പക്ഷെ നിന്റെ ഹൃദയം ചാഞ്ചാടി പോകാൻ സാധ്യത ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് നീ തെറ്റിപ്പോവും. നന്മയും അനുഗ്രഹങ്ങളും എല്ലാം കാണുമ്പോൾ നീ തെറ്റിപ്പോവും. നീ തെറ്റിപ്പോകുമ്പോൾ ഞാൻ ആദ്യം നിന്റെ നടുവിലേക്ക് ഞാനൊന്ന് ക്ഷാമം അയക്കും. ആദ്യമേ നിന്റെ നടുവിലേക്ക് ഞാൻ അപ്പത്തെ വെള്ളത്തെ ഒന്ന് ശാസിക്കും. അത് നിൽക്കുമ്പോൾ നീ ഓർത്തോണം, മടങ്ങി വരവന്റെ സമയമായി. 2, ദൈവം പറഞ്ഞു, രണ്ടാമത് ഞാൻ ക്ഷാമം അയക്കും. അത് കണ്ടിട്ട് നീ മാനസാന്തരപ്പെട്ടോണം. 3-ാമത് ഞാൻ വാളിനെ അയക്കും. ഇനി അതും കണ്ടിട്ട് നീ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ ഞാൻ നിന്റെ നടുവിലേക്ക് രാജാക്കന്മാരെ കൊണ്ടുവരും. അവർ വന്ന് നിന്നെ പിടിച്ചോണ്ട് പ്രവാസത്തിൽ പോകും. നീ പ്രവാസത്തിൽ നിന്നെ രാജാക്കന്മാര് പിടിച്ചോണ്ട് പോയി കഴിഞ്ഞാൽ ആ രാജ്യത്ത് നീ ചെന്നിട്ട് നിന്റെ പരിച്ഛേദനയില്ലാത്ത ഹൃദയം പരിച്ഛേദന കൊണ്ടാൽ നീ അവിടെ ഇരുന്ന് എന്നോട് നിലവിളിച്ചാൽ, നീ അവിടെ നിന്ന് ഞാൻ നിന്റെ നിലവിളി കേട്ട് നിന്റെ ബദ്ധന്മാരെ ഞാൻ ഇവിടേക്ക് മടങ്ങിക്കൊണ്ടുവരും. ഓ, എന്റെ ദൈവം കരുണയുള്ള ദൈവമാണ്. അവൻ ഇവിടേക്ക് മടങ്ങിക്കൊണ്ടുവരും. ശലോമോൻ രാജാവ് ദേവാലയം പണിയുമ്പോൾ, ശലോമോൻ രാജാവിന് ഈ ലേവ്യ പുസ്തകത്തിന്റെ പ്രമാണം അറിയാം. ശലോമോൻ രാജാവ് ദേവാലയം പണിയുമ്പോൾ 1 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ശലോമോൻ രാജാവ് ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. ആലയം പണിതിട്ട്, കർത്താവേ, അങ്ങയുടെ നാമത്തിന് വേണ്ടി ഞാൻ കഴിച്ച ഈ ആലയത്തിൽ ജനം വന്ന് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങയുടെ ചെവി തുറന്നിരിക്കണമേ. അങ്ങ് ഈ ജനം പാപം ചെയ്താൽ, അഥവാ ഈ ജനം പാപം ചെയ്താൽ ഈ ജനത്തോട് ക്ഷമിക്കണമേ. ഈ ജനം പാപം ചെയ്താൽ, ഈ ജനത്തെ പിടിച്ചോണ്ട് മറ്റുള്ള സ്ഥലത്ത് എവിടെങ്കിലും പോയാൽ, കർത്താവേ, ആ ജനം അവിടെ ചെന്നിരുന്നിട്ടും നിന്റെ നാമത്തിന് വേണ്ടി ഞാൻ പണി കഴിച്ച ഈ യെരൂശലേമിലേക്ക് തിരിഞ്ഞ് നിന്റെ നാമത്തിന് വേണ്ടി നാമത്തിൽ പ്രാർത്ഥിച്ചാൽ നീ ഞങ്ങളുടെ ബദ്ധന്മാരെ മടക്കി വരുത്തണമേ എന്ന് ശലോമോൻ രാജാവ് ആലയം പണിതപ്പോൾ താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതറിയാവുന്ന ദാനിയേൽ നേരെ ചെന്നു യെരൂശലേമിന് നേരെയുള്ള കിളിവാതിൽ തുറന്നിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കാലഘട്ടം മനസ്സിലാക്കിയവൻ പ്രാർത്ഥന തുടങ്ങി. അവനിൽ കൂടെ ദൈവത്തിന്റെ വിടുതലുകളെ തുടങ്ങാനിടയായി തീർന്നു. ഇന്ന് രാത്രി ഞാൻ വാക്കുകളിൽ നിന്ന് വിളിച്ചു പറയട്ടെ, ദൈവമക്കളെ, ഇന്നത്തെ കാലഘട്ടം തിരിച്ചറി. ഇസ്രായേലിന്റെ യുദ്ധം നടക്കുന്നു. എന്നെങ്കിലും എപ്പോഴെങ്കിലും നടക്കുന്നൊരു യുദ്ധമല്ല. എന്തും കൊണ്ടാ 2023 ഒക്ടോബർ 7-ാം തീയതി യുദ്ധം തുടങ്ങിയത്. ഇന്ന് നമ്മുടെ സോഷ്യൽ മീഡിയയും എല്ലാം ഒത്തിരി അവൈലബിൾ ആയോണ്ട് നമ്മൾ ഇതൊന്ന് നോക്ക്. എന്തിനാ യുദ്ധം തുടങ്ങിയത്? 2023 ഒക്ടോബർ 7-ന് ദൈവത്തിന്റെ വചനപ്രകാരം 50 വർഷം പൂർത്തിയായി കഴിഞ്ഞാൽ ഇസ്രായേലിന്റെ പ്രമാണമാ, ഇസ്രായേലിന്റെ മീതെ സ്വർഗത്തിലെ ദൈവം കൊടുത്ത പ്രമാണമാ, നഷ്ടമായ സ്ഥലങ്ങൾ ഒറിജിനൽ ഓണറിന് മടങ്ങി വരണം എന്ന് വെച്ചാൽ ജൂബിലി ഇയറിന്റെ പ്രമാണം, യോബേൽ സംവത്സരത്തിന്റെ പ്രമാണം. ഒരു അടിമയായി കഴിഞ്ഞാൽ ജൂബിലി ഇയറിന്റെ കാഹളം കേട്ടാൽ, ആ കാഹളം കേൾക്കുന്ന ഉടനെ അവന്റെ അടിമത്തം കഴിഞ്ഞു, അവന് മടങ്ങി അവന്റെ വീട്ടിലേക്ക് പോകാം. ആ അടിമയുടെ അല്ലെങ്കിൽ ആരെങ്കിലും വിറ്റുകളഞ്ഞ വസ്തു ഉണ്ടെങ്കിൽ, ഇസ്രായേലിന്റെ വസ്തു ഉണ്ടെങ്കിൽ, ആ വസ്തു ഒറിജിനൽ ഓണറിന് മടങ്ങി വരുന്ന വർഷമാ 50-ാമത്തെ വർഷം. അതിന് വിളിക്കുന്ന പേരാണ് ജൂബിലി ഇയർ അല്ലെങ്കിൽ യോബേൽ സംവത്സരം. 1973 ഒക്ടോബർ
മാസം ഒരു യോങ്കിപ്പൂർ വാർ നടന്നു. 1967 ഒരു 6 ഡേ വാർ നടന്നു. അതിന് നഷ്ടമായ സ്ഥലങ്ങൾ തിരിച്ചു പിടിക്കാൻ ഒരു യുദ്ധം നടന്നു. PLOയുടെ നേതൃത്വത്തിൽ 1973 ഒക്ടോബർ 6 ഒരു യുദ്ധം നടന്നു. ആ യുദ്ധത്തിനകത്ത് ഇസ്രായേലിന്റെ ഫീസ്റ്റിന്റെ സമയം നോക്കിയ ശത്രു അവരെ ആക്രമിച്ച്. ദൈവമക്കളെ, നിങ്ങൾക്കറിയാമോ, ഇത് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. ഇസ്രായേലിന്റെ ഫീസ്റ്റിന്റെ സമയത്ത് നിങ്ങളെ ആക്രമിക്കുമെന്ന് പുറപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളോർക്കും പാസ്റ്ററെ, പുറപ്പാട് പുസ്തകം എഴുതിയത് എത്രയോ വർഷങ്ങൾക്ക് പുറകിൽ മോശ എഴുതിയതാ. ദൈവം സർവജ്ഞാനിയായ ദൈവം. പുറപ്പാട് പുസ്തകം 34 അധ്യായത്തിന്റെ എനിക്കൊന്ന് 20ാമത്തെ വാക്യമാ. ഒന്ന് വായിച്ചു നോക്കിക്കോ. പുറപ്പാട് പുസ്തകം 34 അധ്യായത്തിലേക്ക് ഒന്ന് വന്നേ. അതിന്റെ ദൈവത്തിന്റെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുകയല്ലേ. പുറപ്പാട് 34 അതിന്റെ 20ാമത്തെ വാക്യം ഒന്ന് നോക്കിക്കേ. എന്നാൽ കഴുതയുടെ കടിഞ്ഞൂലിനെ ആട്ടിൻകുട്ടിയെ കൊണ്ട് വീണ്ടും കൊള്ളയണം. അല്ല പാസ്റ്റർ, 23ാമത്തെ വാക്യം നോക്കിയേ. 23, 24. സംവത്സരത്തിൽ 3 പ്രാവശ്യം പുരുഷന്മാരൊക്കെയും ഇസ്രായേലിന്റെ ദൈവമായി യഹോവയായ കർത്താവിന് മുമ്പാകെ വരേണം. ഞാൻ ജാതികളെ നിന്റെ മുമ്പിൽ നിന്ന് ഓടിച്ചു കളഞ്ഞ് നിന്റെ അതിർത്തികളെ വിശാലമാക്കും. നീ സംവത്സരത്തിൽ 3 പ്രാവശ്യം നിന്റെ ദൈവമായ യഹോവയുടെ മുമ്പാകെ ചെല്ലുവാൻ കയറിപ്പോയിരിക്കുമ്പോൾ ഒരു മനുഷ്യനും നിന്റെ ദേശം മോഹിക്കയില്ല. ഇസ്രായേലിന്റെ മരുഭൂമി യാത്രയ്ക്കകത്ത് ദൈവം ഇസ്രായേലിനെ 7 ഫീസ്റ്റുകൾ പഠിപ്പിച്ചു. ആ 7 ഫീസ്റ്റുകളുമായിട്ട് ബന്ധപ്പെട്ട് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷനാ. ദൈവം പറഞ്ഞു, ഇസ്രായേലെ, നിങ്ങളുടെ പുരുഷപ്രജയൊക്കെയും 20 വയസ്സ് തൊട്ട് മുകളിലോട്ടുള്ള പുരുഷപ്രജ, യുദ്ധം ചെയ്യാൻ കഴിയുന്നവരെല്ലാം സംവത്സരത്തിൽ 3 പ്രാവശ്യം പ്രത്യേകിച്ച് നിങ്ങൾ എൻ്റെ അടുക്കൽ കയറി വരണം. അവിടെ പറഞ്ഞേക്കുന്ന വാക്കിനകത്ത് ഒരു ഇൻസ്ട്രക്ഷനുമുണ്ട്, ഒരു വാണിംഗുമുണ്ട്. നീ സംവത്സരത്തിൽ 3 പ്രാവശ്യം എൻ്റെ അടുക്കൽ കയറി വരണം. ഏതൊക്കെയാ സംവത്സരത്തിൽ 3 പ്രാവശ്യം വരേണ്ടത്? ഒന്നാമത്തെ പെസഹായുടെ അന്ന് നീ വരണം. 2 നീ വരേണ്ടത് പെന്തക്കോസ്റ്റ് ഫീസ്റ്റിന്റെ അന്ന് വരണം. 3ാമത്തെ നീ വരേണ്ടത് ടാബർനാക്കിൾ ഫീസ്റ്റിന്, കൂടാര പെരുന്നാളിന് നീ വരണം. പക്ഷെ ഇസ്രായേലിന് ഒരു ഗുണമുണ്ട്. അവൻ പെസഹായ്ക്ക് വേണ്ടി മാത്രമായിട്ട് പോകത്തില്ല. കാരണം 1-ാം മാസം 14-ാം തീയതിയാണ് പെസഹ വൈകിട്ട്. 15-ാം തീയതി ആദ്യ ബല കറ്റയുടെ പെരുന്നാളാണ്. അതിനുശേഷം 18-ാം തീയതിയാണ് ദ ഫസ്റ്റ് ഫ്രൂട്ട്, ഒന്നാമത്തെ ആദ്യ പെസഹ പെരുന്നാൾ, 2ാമത്തെ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ, 3ാമത്തേത് ആദ്യ ബല കറ്റയുടെ പെരുന്നാൾ. ഇത് 3ഉം കൂടെ 1 മാസത്തിന്റെ അടുപ്പിച്ചടുപ്പിച്ചുള്ള ദിവസങ്ങളിൽ നടക്കുന്നത് കൊണ്ട് ഇവൻ അതിനെല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് പോകും. അപ്പൊ പെസഹായുടെ പ്രമാണത്തിന് ഇവരുടെ പുരുഷന്മാരെല്ലാം എവിടെ വരണം? സമാഗമന കൂടാരത്തിൽ, അല്ലെങ്കിൽ യെരൂശലേമിൽ കർത്താവിന്റെ അടുക്കൽ വരണം. അന്ന് പറയുന്ന സമയത്ത് സമാഗമന കൂടാരമാണ്. ഇസ്രായേലിന്റെ പാളയമുള്ളത് 12 സ്ക്വയർ മൈൽ ചുറ്റളവിലുള്ളത്. കാരണം 30 ലക്ഷം പേര് താമസിക്കണം. 12 സ്ക്വയർ മൈൽ അവരുടെ പാളയം മധ്യ. ഇവരുടെ പുരുഷന്മാരെല്ലാം ഇവിടെ പെസഹായുടെ അന്ന് ഇവിടെ വരണം. 2ാമത് വരേണ്ടത് ഏത് ഫീസ്റ്റിനാണെന്നറിയാമോ? ഫീസ്റ്റ് ഓഫ് പെന്തക്കോസ്റ്റിന്. പെന്തക്കോസ്റ്റിന്റെ പെരുന്നാൾ ഇവരെല്ലാം വരണം. 3ാമത് വരേണ്ടത് 7-ാം മാസത്തിൽ നടക്കുന്ന പെരുന്നാളിനാണ് വരേണ്ടത്. ഫീസ്റ്റ് ഓഫ് ടാബർനാക്കിൾ, കൂടാര പെരുന്നാളിന്. പക്ഷേ അന്നത്തെ മാസവും 3 പെരുന്നാളും അതേ മാസമുണ്ട്. 1ാമത്തെ കാഹളധ്വനി പെരുന്നാൾ, 2ാമത്തെ അറ്റോൺമെന്റ് മഹാപാപ പരിഹാര ബലി പെരുന്നാൾ, 3ാമത്തെ കൂടാര പെരുന്നാൾ. ഇവരന്നും ഒരുമിച്ച് ഫീസ്റ്റിന് അങ്ങ് വരും. കർത്താവ് പറഞ്ഞു, എന്തോ സംവത്സരത്തിൽ 3 പ്രാവശ്യം നീ വരണം. നീ എൻ്റെ അടുക്കൽ കയറി വന്നിരിക്കുമ്പോൾ നിങ്ങളുടെ പുരുഷന്മാർക്ക് ഒരു ചിന്ത കാണാം, കർത്താവേ, ഞങ്ങൾ ഇത്രയും ദൂരത്തും ഞങ്ങളുടെ മാതാപിതാക്കളെയും കുഞ്ഞുങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെ എല്ലാം വിട്ട് ഇവിടെ വന്നിരിക്കുമ്പോൾ ഞങ്ങൾ ഈ മരുഭൂമിയിലാണ് താമസിക്കുന്നത്. ഞങ്ങളുടെ ആ കുഞ്ഞുങ്ങളെയും ഞങ്ങളുടെ സ്ത്രീകളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയൊക്കെ ആര് പ്രൊട്ടക്ട് ചെയ്യും? ഈ പുരുഷന്മാരുടെ അകത്തൊരു ചിന്തയുണ്ട്. ദൈവം പറയുക, നീ എന്നെ ആരാധിക്കാനാണോ കയറി വന്നിരിക്കുന്നത്? നിന്റെ ദേശം ഒരുത്തനും മോഹിക്കത്തില്ല. നീ എൻ്റെ അടുക്കൽ കയറി വന്ന് എന്നെ ആരാധിക്കുമ്പോൾ നീ എന്നെ ആരാധിച്ചാൽ ഞാൻ നിന്റെ അതിർത്തികളെ വിശാലമാക്കും. നിങ്ങൾക്കറിയാമോ, ഈ വചനം പോലെ തന്നെ ഇസ്രായേൽ എല്ലാ വർഷവും ഇവിടെ വരണം. പക്ഷെ ഈ സമയം നോക്കിയാ
ശത്രു ആക്രമിക്കാൻ 1973 തെരഞ്ഞെടുത്തത്. 1973 ഒക്ടോബർ 6 ഫീസ്റ്റ് ഓഫ് അറ്റോൺമെന്റ് നടക്കുക, അല്ലെങ്കിൽ യോങ്കിപ്പൂർ വാർ നടക്കുക. യോങ്കിപ്പൂർ നടക്കുക എന്ന് വെച്ചാൽ യോങ്കിപ്പൂർ ഫീസ്റ്റാ, മഹാപാപ പരിഹാര ബലി. ഇവരുടെ പുരുഷന്മാർ, പടയാളികൾ, പട്ടാള ഉദ്യോഗസ്ഥർ, ജനറൽമാർ എല്ലാം ദൈവത്തിന്റെ വചനപ്രകാരം എവിടെ വന്നു? യെരുശലേമിൽ വന്നു. ദൈവത്തെ ആരാധിക്കാൻ വന്നു. അവർക്കന്ന് ആലയമില്ല. 1973 അവർ യെരുശലേമിൽ വന്നു, ആരാധിക്കാൻ വന്നു. 1967 അവർ ആലയം യെരുശലേമിനെ തിരിച്ചു പിടിച്ചു. 73 ഇവർ അവിടെ വന്നേക്കുക. ഈ സമയത്ത് PLOയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന നാസർ കണ്ടുപിടിച്ചു, ഇവിടെ എങ്ങും പുരുഷന്മാരില്ല, യുദ്ധം ചെയ്യാനുള്ളവല്ല എല്ലാം എവിടെയാ? നടുക്ക്. അവിടെ ആക്രമണം തുടങ്ങി. അവിടെ ഈജിപ്തിന്റെ ബോർഡറിൽ കൂടെ കയറി ആക്രമണം തുടങ്ങി. ആക്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇസ്രയേലിന് അറിവ് കിട്ടി, ദേ ഞങ്ങളുടെ പുരുഷന്മാരല്ല ഇവിടെ വന്നപ്പോഴേ ഞങ്ങളെ ആക്രമിക്കാൻ തുടങ്ങിയെന്ന്. നിങ്ങൾ നോക്കിയേ, പുറപ്പാട് പുസ്തകത്തിൽ ദൈവം വിളിച്ചു പറഞ്ഞതാ, നിന്റെ അതിർത്തികളെ ഞാൻ വിശാലമാക്കും. സംവത്സരത്തിൽ 3 പ്രാവശ്യം നീ നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കാൻ നീ എന്റെ അടുക്കൽ കയറി വരുമ്പോൾ നിന്റെ ദേശം യാതൊരുത്തിനും മോഹിക്കത്തില്ല. ഞാൻ നിന്റെ അതിരുകളെ വിശാലമാക്കും. ഇസ്രായേലിന്റെ ചരിത്രങ്ങൾ, ഞാൻ ഇസ്രായേലിന്റെ ചരിത്രങ്ങൾ പഠിപ്പിക്കുന്ന ഒരാളാ. ഇസ്രായേലിന്റെ ചരിത്രങ്ങൾ പറയുന്നു, ഇവർ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇവരുടെ ഫീസ്റ്റുകൾ കഴിയുന്നതിന് കുറച്ച് മണിക്കൂറുകൾ മുമ്പേ, കാരണം ഇവർ അനുതാപത്തില. രാവിലെ കണ്ടു ഫീസ്റ്റ് ഓഫ് അറ്റോൺമെന്റിന്റെ സമയത്ത് ഇവർ 10 ദിവസം അനുതാപത്തില പ്രാർത്ഥിക്കാൻ തുടങ്ങി. പെട്ടെന്ന് ഇവർക്കൊരു കാഴ്ച കണ്ടു. ഇവർ 3 കാര്യം, ഇവർ ഒരുമിച്ച് ഒരു പട്ടാളത്തിന്റെ ഒരു റൂമിലോ എവിടെയോ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇവരൊരു കാഴ്ച കണ്ടു. ഒരു കൈ ഒരു മാപ്പിന്റെ മുകളിൽ കൂടി ഇങ്ങനെ യാത്ര ചെയ്യുന്നു. എവിടെയോ ചുറ്റിത്തിരിഞ്ഞ് കൈ കറങ്ങി യാത്ര ചെയ്യുന്നു. ഒരു സ്ഥലത്ത് പോയി നിന്നു. ആ കൈയിൽ നിന്ന് തീയും ഗന്ധവും അങ്ങോട്ട് വീണു. ഇത് കണ്ടോണ്ടിരുന്ന ഏതോ ഒരു പട്ടാളക്കാരന് മനസ്സിലായി, താൻ അവിടെ ഒന്ന് മാപ്പ് ചെയ്തു. ആ കറങ്ങി പോയ കൈ ഏതോഴിയാണെന്നൊന്ന് മാപ്പ് ചെയ്തു, ഒന്ന് നോട്ട് ചെയ്തു എവിടെയാ തീ വീണത്. രണ്ടാമത്തെ ഒരു കൈ ഇതുപോലെ കറങ്ങിയും തിരിഞ്ഞും പോകുന്നത് കണ്ടു. അത് പോകുന്ന സ്ഥലത്തൂടെ മാർക്ക് ചെയ്തു, അവിടെ തീയും ഗന്ധവും വീഴുന്ന കണ്ടു, അവിടെ നോട്ട് ചെയ്തു. മൂന്നാമത്തെ ഒരു കൈ ഇതുപോലെ പോകുന്നത് കണ്ടു. ഇവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവർക്ക് മനസ്സിലായി ദൈവത്തിന്റെ ഇന്റർവെൻഷൻ നടക്കുക. ഇവരുടെ 3 പ്ലെയിൻ ഉയരണമെന്ന്. ഇവരുടെ 3 പ്ലെയിൻ ഉയർന്നു. കറങ്ങി പോയത് എന്തിനാണെന്നറിയാമോ? അവിടുത്തെ റഡാറുകൾക്ക് പിടിക്കാൻ പറ്റാതെ ഇവർ ഒന്നാമത് പോയി ബോംബ് ചെയ്തു. അടുത്ത 48 മണിക്കൂറിനകം ഇസ്രയേലിനെ ഭൂമിയുടെ മുഖത്തുനിന്ന് വാഷ്ഡ് ഔട്ട് ചെയ്യാൻ തീരുമാനിച്ചുകൊണ്ടിരുന്ന ജനറൽമാരുടെ, പട്ടാളത്തിന്റെ മേധാവികളുടെ മുകളിൽ വീണു ബോംബ്. അവർ കഴിഞ്ഞു. രണ്ടാമത്തേത് അടുത്തവരുടെ വെപ്പണുകളുടെ മുകളിൽ വീണു. അവരുടെ 3 സ്ഥലങ്ങളെ തകർത്തു. 48 മണിക്കൂർ കൊണ്ട് ഇസ്രയേലിനെ വാഷ്ഡ് ഔട്ട് ചെയ്യുമെന്ന് പറഞ്ഞ നാസർ 24 മണിക്കൂർ കൊണ്ട് രാജിവെച്ചു. ദൈവം ഒരുവന്റെ മീതെ ഉണ്ടെങ്കിൽ, കേട്ടോ, ദൈവം ഒരുവന്റെ മീതെ ഉണ്ടെങ്കിൽ ഇസ്രയേലിന്റെ ദൈവം ഇന്നും ജീവിക്കുന്ന ദൈവമാ. 1973 ഒക്ടോബർ 6 അവര് മണിക്കൂറുകൾ യുദ്ധം ജയിച്ചു. ആ യുദ്ധത്തിന് വിളിക്കുന്ന പേരാ യോങ്കിപ്പൂർ വാർ. അന്ന് അവരൊരു നിയമം ചെയ്തു. അവര് പറഞ്ഞു, ഞങ്ങൾ യുദ്ധത്തിൽ പിടിച്ചെടുത്ത സ്ഥലങ്ങളെല്ലാം ഞങ്ങൾ അങ്ങ് തന്നേക്കാം, പക്ഷെ ഞങ്ങളോട് ഇനിയും വഴക്കിന് വരില്ല. അന്ന് അവര് ഒരു UN പീസ് കവനന്റ് പ്രകാരം ഒരു നിയമം വെച്ചിട്ട് ഗസ ഈജിപ്തിന്റെ നേതൃത്വത്തിൽ അങ്ങ് കൊടുത്തു. ഇന്ന് എടുത്തോളാം, ഞങ്ങളുടെ സ്ഥലമാ ഗസ, പക്ഷെ നിങ്ങൾക്ക് ഞങ്ങൾ തന്നേക്കുന്നു, എടുത്തോളാൻ പറഞ്ഞു, പക്ഷെ ഞങ്ങളോട് വഴക്കിന് വരല്ലേ. ഗസ 1973 ഒക്ടോബർ 6 ശേഷം ആ സ്ഥലം അവർക്ക് കൊടുത്തിട്ട് ആ സ്ഥലത്തെ സെറ്റിൽമെന്റ് ചെയ്യാൻ ഇസ്രയേൽ ഒത്തിരി പണം ചെലവാക്കി. എനിക്ക് തോന്നുന്നു ഏകദേശം 10-15 വർഷം കഴിഞ്ഞപ്പോൾ ഇസ്രയേൽ അവിടുന്ന് പിന്മാറി. അതിനുശേഷമാ യാസർ അറാഫാത്ത് എന്ന് പറയുന്ന ആ ആൾക്കാരൊക്കെ അവിടുന്ന് വരുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം, യാസർ അറാഫാത്ത് അവിടുന്നൊക്കെ കയറി വരുന്നത്. പിന്നീട് ഇസ്രയേൽ പിൻവാങ്ങി. അതിനുശേഷം ഇസ്രയേലിന് നേരെ പ്രശ്നം തുടങ്ങി. എല്ലാ വർഷവും ഇസ്രയേലിന് നേരെ എന്നും അവരുടെ നേരെ ബോംബ് അയക്കും. 1000കണക്കിന് ബോംബുകൾ അയക്കും. പക്ഷെ ഇതൊന്നും താഴെ വീഴാറില്ല. ദൈവം അവരുടെ ടെക്നോളജി തുറന്നു കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ അതിനെക്കാട്ടിൽ ഉപരിയായി പറഞ്ഞു കഴിഞ്ഞാൽ 121 സങ്കീർത്തനം, ഇസ്രയേലിനെ കാക്കുന്നവൻ ഒന്ന് ഉരുവിട്ട ദൈവമക്കളെ, ഇസ്രയേലിനെ കാക്കുന്നവൻ
മയങ്ങുകയില്ല, ഉറങ്ങുകയില്ല. യഹോവ നിന്റെ പരിപാലകൻ, യഹോവ നിന്റെ വലത്തുഭാഗത്ത് നിനക്ക്. ആയിരക്കണക്കിന് മിസൈൽ വന്നു. അന്നല്ല ഇസ്രയേൽ പോയി റിട്ടാലിയേഷൻ ചെയ്തു. തിരിച്ച് അവരുടെ പൗരനെ തൊട്ടതിന്റെ പേരിൽ, അവരുടെ പൗരന്മാർക്കൊക്കെ ഭയങ്കര വിലയോ കേട്ടോ, പോയി തൊട്ടതിന്റെ പേരിൽ അവർ റിട്ടാലിയേഷൻ ചെയ്തു, തിരിച്ചു വന്നു. പക്ഷേ ഒക്ടോബർ 6 ഇസ്രയേലിന്റെ അന്നത്തെ കണക്ക് വരുമ്പോൾ, നമ്മൾ പോകുന്നത് സോളാർ കലണ്ടറില്ല. ഇസ്രയേലിന്റെ ഫീസ്റ്റുകളും ബൈബിൾ പോകുന്നതെല്ലാം ലൂണാർ കലണ്ടറില്ല. ഒരിക്കൽ ഞാൻ സോളാർ എന്തുവാന്ന് ചോദിച്ചപ്പോൾ ഒരാൾ പറഞ്ഞു അത് സരിതയുടെ കാര്യമെന്ന് പറഞ്ഞു. ലൂണാർ എന്തോ ചോദിച്ചപ്പോൾ പറഞ്ഞു അത് ചെരുപ്പിന്റെ കാര്യമാണ്. ലൂണാർ എന്ന് ചെരുപ്പുണ്ടെന്ന്. അല്ല, സോളാർ എന്ന് പറഞ്ഞാൽ സൂര്യനെ ഡിപ്പെൻഡ് ചെയ്തുള്ള കലണ്ടറിന്റെ കാര്യമാണ്. ലൂണാർ എന്ന് പറഞ്ഞാൽ മൂണിനെ ഡിപ്പെൻഡ് ചെയ്തുള്ള കലണ്ടറിന്റെ കാര്യമാണ്. ഒക്ടോബർ 6 എത്തിയപ്പോൾ, 2023 ഒക്ടോബർ 6 എത്തിയപ്പോൾ ഇസ്രയേലിന്റെ ടാബർനാക്കിൾ ഫീസ്റ്റിൻ കഴിഞ്ഞു. ഒക്ടോബർ 6 എത്തുമ്പോൾ അടുത്ത ദിവസം അവർക്ക് സിൻഹാ തോറ എന്ന് പറഞ്ഞൊരു കാര്യം നടക്കുക, ന്യായപ്രമാണം കിട്ടിയതിന്റെ സെലിബ്രേഷൻ. പക്ഷെ ബൈബിളിലെ പ്രമാണം എന്തുവാ? നീ ആരുടെ കൂടെ സെലിബ്രേറ്റ് ചെയ്യണമെന്നാ? നീ ദൈവത്തിന്റെ കൂടെ എന്റെ സന്നിധിയിൽ സെലിബ്രേറ്റ് ചെയ്യണമെന്നാ. പക്ഷേ ഇസ്രയേൽ ദൈവത്തിന്റെ പ്രമാണം തെറ്റിച്ചു. അവർ മ്യൂസിക്കൽ ഫെസ്റ്റിനും ഡ്രഗ്സിന്റെ പാർട്ടിക്കും പോയി. ഒക്ടോബർ 6 എവിടെയൊക്കെ ദൈവത്തിന്റെ പ്രമാണം തെറ്റിക്കുമോ അവിടൊക്കെ മതിലുകൾ പൊളിയപ്പെടും. നിങ്ങൾ കണ്ടായിരുന്നല്ലോ, എത്രയോ ന്യൂസ് ചാനലുകാർ അതെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇസ്രയേലിനോട് പറഞ്ഞിട്ടുണ്ട്, ദൈവത്തിന്റെ പ്രമാണത്തിൽ നീ ജീവിക്കണം. അവർ ദൈവസന്നിധിയിൽ ആരാധിക്കേണ്ടതിന് പകരം ഇവര് പോയത് മ്യൂസിക്കൽ റേവ് പാർട്ടി, മ്യൂസിക്കും ഡ്രഗ്സും ഉള്ള പാർട്ടിക്ക് പോയി. അന്നാണ് അവരുടെ മതിലുകളെ പൊളിച്ചു കളഞ്ഞത്. അവിടെ ഹമാസ് ഭീകരവാദികൾ പറന്നിറങ്ങിയത്. ഇസ്രയേലിനെ കാക്കുന്നവൻ മയങ്ങിപ്പോയതല്ല, ചിലതൊക്കെ ദൈവം അനുവദിക്കുന്നതാ. ദൈവത്തിന്റെ സമയം വരുമ്പോൾ ചിലതൊക്കെ ദൈവം അനുവദിക്കും. ഒക്ടോബർ 6 1500-ലധികം, ഒക്ടോബർ 6 1500-ലധികം ആൾക്കാരെ കൊല ചെയ്തു. 250-ലധികം ആൾക്കാരെ പിടിച്ചുകൊണ്ടുപോയി, ഹോസ്റ്റേജസായി ബന്ദികളെ പിടിച്ചുകൊണ്ടുപോയി. ഒക്ടോബർ 7 ഇസ്രയേലിന്റെ പ്രധാനമന്ത്രി യുദ്ധം ഡിക്ലെയർ ചെയ്തു. താൻ അറിഞ്ഞോ അറിയാതെയോ യുദ്ധം ഡിക്ലെയർ ചെയ്താണോന്ന് അറിയത്തില്ല, താൻ യുദ്ധം ഡിക്ലെയർ ചെയ്തു. ഒക്ടോബർ 7 നിങ്ങൾക്കറിയാമോ, 1973 തൊട്ട് 50 വർഷം എണ്ണിയാൽ വന്ന് നിൽക്കുന്നത് 2023 ഒക്ടോബർ 7. നിങ്ങൾ പറ, സമയത്തിന്റെ മീതെ എന്റെ ദൈവത്തിന്റെ കരമുണ്ടോ? മനസ്സിലാകുന്ന ദൈവമക്കൾ ഉണ്ടെങ്കിൽ ആ കരങ്ങളെ ഉയർത്തി. സമയത്തിന്റെ മീതെ എന്റെ ദൈവത്തിന്റെ കരം ചലിക്കുന്നുണ്ടോ? ഇനി തെളിവ് തരാം. ഒക്ടോബർ 7 എത്തിയപ്പോൾ ഇസ്രയേലിന്റെ റബിമാര് വിളിച്ചു പറഞ്ഞു, ഞങ്ങളുടെ ജൂബിലി ഇയറ, ഞങ്ങളുടെ ആത്മീയ പ്രമാണമുണ്ട്, നഷ്ടമായ സ്ഥലം ഞങ്ങൾക്ക് തിരിച്ചു കിട്ടുമെന്ന്. ഒക്ടോബർ 7 ശേഷം ഒരാഴ്ച കഴിഞ്ഞപ്പം ജൂയിഷ് ആൾക്കാര് അവരുടെ ന്യൂസുകളിൽ പറയാൻ തുടങ്ങി, ഞങ്ങളുടെ ഇത് ജൂബിലി ഇയർ ആയതുകൊണ്ട് ഞങ്ങളുടെ കയ്യിൽ നഷ്ടമായതായിരുന്നു ഗസ, ഈ യുദ്ധം കഴിയുമ്പോൾ ഗസ ഞങ്ങൾക്ക് ഇരിക്കുമെന്ന്. ഇപ്പൊ എങ്ങനായി? ദൈവമക്കൾ മിണ്ടുന്നില്ലല്ലോ. ഇപ്പൊ ഗസ ആർക്കായി? എന്തുകൊണ്ടാണ് ഇത് പറയുന്നത്? നമ്മുടെ കർത്താവ് സകലത്തിന് മീതെ വസിക്കുന്നു, നമ്മുടെ കർത്താവ് സകലത്തിന് മീതെ ഭരിക്കുന്നു. ദൈവമക്കളെ, ഇത് ചുമ്മാ പറയുന്ന ഒരു കഥയല്ല. ബൈബിളിൽ കിടക്കുന്ന ചില കണക്കുകളുണ്ട്. കണക്കുകൾ 1948 മെയ് 14 ഇസ്രായേൽ രാജ്യമായി തീർന്നു. ബെൻ ഗുരിയോന്റെ നേതൃത്വത്തിൽ ബാൽഫർ ഡിക്ലറേഷനിൽ കൂടെ, യുഎന്റെ ബാൽഫർ ഡിക്ലറേഷനിൽ കൂടെ ഇസ്രായേലിനെ രാജ്യമാക്കി തീർത്തു. 1948 മെയ് 15 തൊട്ട് അവന് നേരെ യുദ്ധം തുടങ്ങി. പോട്ടെ, എത്ര രാജാക്കന്മാർ വന്നു, അല്ലെ എത്ര പ്രസിഡന്റുമാർ വന്നു, എത്ര ഭരണാധികാരികൾ വന്നു, എത്ര ആൾക്കാർ ഇസ്രായേലിനെ തകർക്കാൻ വന്നു. പക്ഷെ ബൈബിളിൽ ദൈവത്തിന്റെ ഒരു കണക്ക് കിടപ്പുണ്ട്. 70 എന്ന് പറഞ്ഞൊരു കണക്ക്, ബാബിലോണിയ പ്രവാസവുമായിട്ട് ബന്ധപ്പെട്ട 70 എന്ന് പറഞ്ഞൊരു കണക്ക് കിടപ്പുണ്ട്. 70 വർഷം കഴിയുമ്പോൾ ദൈവം ചിലതിനെ റിസ്റ്റോർ ചെയ്യുമെന്ന്, അല്ലേ? നോക്കിക്കേ, 1948 മെയ് 14 തൊട്ട് 70 വർഷം നിങ്ങൾ നോക്കിക്കേ. 70 വർഷം വന്ന് നിൽക്കുന്നത് 2018 മെയ് 14
2018 മെയ് 14 എന്തുവാ ലോകത്തിൽ സംഭവിക്കുന്നത് അറിയാമോ? ഇസ്രായേലിൽ സംഭവിക്കുന്നേ. അന്ന് അമേരിക്കന്റെ പ്രസിഡന്റ് ആയിരുന്ന ഡൊണാൾഡ് ട്രംപ് 2017 താനൊരു നിയമം പുറത്തിറക്കി. 2017 നിയമം പുറത്തിറക്കിയ പ്രകാരമാ അമേരിക്കയുടെ ക്യാപിറ്റൽ ടെല്ലവീവ് എന്ന് മാറ്റി അത് ജെറുസലേമിലേക്ക് കൊണ്ടുവരണം. ജെറുസലേമിനെ ഇസ്രായേലിന്റെ ക്യാപിറ്റലായി പ്രഖ്യാപിക്കണം. ആ ചടങ്ങ് നടക്കുന്നത് 2018 മെയ് 14 ഈവനിങ്ങിലാണ്. എത്ര വർഷമായെന്നറിയാമോ? 70 വർഷം. എത്ര രാജാക്കന്മാര് വന്നു, എത്ര ഭരണാധികാരികൾ വന്നു. പക്ഷെ ഇന്ന് രാത്രി ഈ കണക്കിൽ കൂടെ മനസ്സിലാക്കാൻ പറ്റുമോ? സ്തോത്രം ചെയ്യാൻ പറ്റുമോ? സകലത്തിനും മീതെ നിയന്ത്രിക്കുന്ന തമ്പുരാന്റെ കരം 2025 ഉണ്ട്. അന്ന് ബെഞ്ചമിൻ നെതന്യാഹു എന്ന് വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ ഈജിപ്ഷ്യൻസിനെ ജയിച്ചു, ഞങ്ങൾ അസീറിയെ ജയിച്ചു, ഞങ്ങൾ ബാബിലോണെ ജയിച്ചു, ഞങ്ങൾ സിറിയയെ ജയിച്ചു, ഞങ്ങൾ മേദ്യ പാർശ്യ രാജ്യത്തെ ജയിച്ചു, ഞങ്ങൾ ഗ്രീക്കിനെ ജയിച്ചു, ഞങ്ങൾ റോമൻസിനെ ജയിച്ചു എന്നിങ്ങനെ പറഞ്ഞു വന്നിട്ട് പറയാ, ഞങ്ങൾ ഹമാസിനെയും ജയിച്ചിരിക്കും. കാരണം ഞങ്ങളെ വിളിച്ചവൻ ഞങ്ങളെ നട്ടിട്ടുണ്ടെങ്കിൽ അതിനെ ഊരാൻ പറ്റത്തില്ല, അതിനെ പിഴാൻ പറ്റത്തില്ല. ഞങ്ങളുടെ ചുറ്റിനും യെരൂശലേമിന് ചുറ്റും ദൈവത്തിന്റെ കാവലുണ്ട്. ഞാൻ 70 എന്നുള്ള കണക്കിൽ നിന്ന് മടങ്ങി വരട്ടെ. 70 വർഷം കഴിഞ്ഞപ്പോഴാ ഇസ്രായേലിനെ രാജ്യമാക്കി തീർത്തത്. ദൈവമക്കളെ, എന്തോ ദൈവത്തിന്റെ കണക്കുകൾ, ദൈവത്തിന്റെ കരം ചലിക്കുന്നത്. ഞാൻ ഇതൊക്കെ പറയുമ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് പല ചിന്തകൾ, കണക്കുകളുടെ ചിന്തകൾ ഓടി വരിക. 2024 ലാസ്റ്റ് ദിവസം എത്തിയപ്പം ബെഞ്ചമിൻ നെതന്യാഹു അടുത്തൊരു ഓർഡർ ഇട്ടു. സിറിയയുടെ പ്രസിഡന്റായ അസാദ് താഴെ വീണു. പറഞ്ഞു, അസാദുമായിട്ടുള്ള നിയമം മൊത്തം ഞങ്ങളുടെ കഴിഞ്ഞു, ക്യാൻസൽ ആയിരിക്കുന്നു, ഞങ്ങൾ ലെബാനോൺ കയറി പിടിക്കുകയാണ്. ഞാൻ ആ നിയമത്തെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങി. അതും ജൂബിലിയറാ. 1973 യുദ്ധം കഴിഞ്ഞിട്ട് 1974 സിറിയയോട് ഉടമ്പടി ചെയ്തത്. 50 വർഷം കഴിഞ്ഞു, ഈ നിയമം കഴിഞ്ഞു. നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കേ, ദൈവത്തിന്റെ കരം സമയത്തിന്റെ മീതെ ചലിക്കുന്നുണ്ടോ? ഇന്ന് രാത്രിയിലും കോട്ടയത്തുള്ള ചിലതിന്റെ മീതെ ദൈവത്തിന്റെ കരം ചലിക്കട്ടെ. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കത്തില്ല. എന്തിനാ ഈ വചനം ഇവിടെ നിന്ന് ഉറക്കെ പറയുന്നതെന്നറിയാമോ? ഇത് കെട്ടുകഥയല്ല. സകല പ്രപഞ്ചത്തിനും മീതെ നിയന്ത്രിക്കുന്ന നിയന്ത്രിതാവായൊരു ദൈവമുണ്ട്. ഇസ്രായേലിന്റെ പ്രവാസം 68 വർഷമായി. ബാബിലോണിയ പ്രവാസം 68 വർഷമായി. ഒരു പുള്ളിയുടെ അകത്തൊരു ചിന്ത, വലിയൊരു പാർട്ടി നടക്കണം. സാധാരണ പാത്രത്തിൽ കുടിച്ചാലും പറ്റത്തില്ല, വിശുദ്ധ പാത്രത്തിൽ കുടിക്കണം. അതെടുത്തോണ്ട് വന്നപ്പോഴാണ് ദാനിയേലിന്റെ അവിടെ കൈ വെളിപ്പെട്ടത്. ദാനിയേലിനെ വിളിച്ചു. പ്രാർത്ഥനാമുറിയിരുന്ന ദാവീദ് ഇത് കാണുന്നതിന് മുമ്പേ ദാനിയേലിന് വെളിപ്പാട് കിട്ടി. ദാനിയേലിന് ഉള്ളത്തി മനസ്സിലായി, രാജ്യം തകരാനുള്ള സമയമായി. നെബൂഖദ്നേസർ രാജാവിന്റെ ബാബിലോണിയ സാമ്രാജ്യത്തിൽ നിന്ന് ഞങ്ങൾക്കൊരു പുറപ്പാടിന്റെ കാലഘട്ടം എത്തി. ഇന്ന് രാത്രിയിലും അത് തിരിച്ചറിയുന്ന ദൈവമക്കൾ ഇതിനകത്തുണ്ടോ? ദൈവസഭയുടെ കാലഘട്ടം ഈ ഭൂമിയിലുള്ള കഴിയാറായി. മണവാളനായ കർത്താവിനെ എതിരേൽക്കാൻ ദാനിയേൽ വിളിച്ചു പറഞ്ഞു. ഇത് എഴുതിയേക്കുന്ന വാക്കിന്റെ അർത്ഥം മെനെ മെനെ എന്ന് വെച്ചാൽ, നിന്നെ ഞാൻ തുലാസിൽ തൂക്കി നോക്കി കുറവുള്ളവനായി കണ്ടിരിക്കുന്നു. നിന്റെ രാജ്യം ഇന്ന് മേദ്യർക്കും പാർസ്യർക്കും വിഭജിച്ച് ദൈവം കൊടുത്തിരിക്കുന്നു. അവിടെ ആ വാക്ക് പറഞ്ഞു. ആ വാക്ക് അവിടെ പറഞ്ഞ് നമ്മൾ ബാബിലോണിലെ ചരിത്രത്തിൽ ഒന്ന് പോസ് ചെയ്തിട്ട് നമ്മൾ ഇനി ബാബിലോണിനെ തകർത്ത് കളഞ്ഞ മേദ്യ പാർസ്യ രാജ്യത്തിന്റെ ചരിത്രം ഒന്ന് ഓടിച്ചു നോക്കാം. മേദ്യ പാർശ്യ രാജ്യത്തിന്റെ ചരിത്രം, ഇതൊക്കെ പേർഷ്യൻ ചരിത്രങ്ങളിൽ കിടപ്പുണ്ട് കേട്ടോ. പേർഷ്യൻ ചരിത്രങ്ങളിൽ, ബൈബിളിൽ അവിടെ ഇവിടെയും, യെശയ്യാവിലും യെരമ്യാവിലും പല സ്ഥലങ്ങളിൽ, എസ്രായേലും ഒക്കെ പലയിടത്തും പേരുകൾ പരാമർശിച്ചിട്ടുണ്ട്. പക്ഷെ പേർഷ്യൻ ചരിത്രങ്ങളിൽ കിടപ്പുണ്ട്. ഇനി പേർഷ്യയുടെ ചരിത്രങ്ങളൊന്ന് പറയട്ടെ, ചുരുക്കത്തിൽ പറയാം. അസ്തേജസ് എന്ന് പറഞ്ഞ പേർഷ്യയിലുള്ള ഒരു രാജാവിന് തന്റെ മകളെ മേദ്യയിലോ എവിടെയോ മറ്റൊരു സ്ഥലത്ത് കല്യാണം കഴിച്ചു വിട്ടു. കല്യാണം കഴിച്ച് വിട്ട സമയത്ത് ഈ പിതാവ് ഒരിക്കൽ സ്വപ്നം കണ്ടു. സ്വപ്നം കണ്ടത് ഇപ്രകാരമാണ് ചരിത്രങ്ങൾ പറയുന്നത്.
തന്റെ മകളുടെ വയറ്റിൽ നിന്നുകൊണ്ട് ഒരു സ്ട്രീം പൊട്ടിപ്പുറപ്പെട്ടു വരുന്നു. തന്റെ രാജ്യത്തെ മൊത്തം മുക്കിക്കളയുന്നു. ഈ സ്വപ്നം കണ്ടു താൻ രാത്രി എഴുന്നേറ്റ് സ്വപ്നങ്ങളെ ഇന്റർപ്രറ്റ് ചെയ്യുന്ന ആൾക്കാരെ വിളിച്ചു, സ്വപ്നങ്ങളെ വ്യാഖ്യാനിക്കുന്ന. അവർ പറഞ്ഞു കൊടുത്തു, രാജാവേ, അങ്ങയുടെ മകളിൽ നിന്നൊരു പുരുഷപ്രജ ജനിക്കും, അവൻ വന്ന് ഇവിടുത്തെ രാജ്യം തകർത്ത് കളയുമെന്നുള്ളതാ സ്വപ്നങ്ങളുടെ അർത്ഥം. ഈ അസ്തേജസ് എന്ന് പറഞ്ഞ രാജാവ് തന്റെ വിശ്വസ്ത സേവകനായ ഹർപ്പേഗസ് എന്ന് പറയുന്ന ഒരു വിശ്വസ്ത സേവകനെ മറ്റു രാജ്യത്തേക്ക് അയച്ചു, മകളുടെ അടുക്കലേക്ക് അയച്ചു. എന്നിട്ട് പറഞ്ഞു വിട്ടു, ആ കുഞ്ഞ് ജനിക്കുന്ന ഉടനെ ആരും അറിയാതെ കൊന്നുകളയണം, അതാണ് തന്റെ മേൽ ഉത്തരവാദിത്തം. പക്ഷെ അപ്പൻ പറഞ്ഞു വിട്ടത് കൊണ്ട് കൊട്ടാരത്തിൽ താമസിച്ചു. ചുരുക്കത്തിൽ പറയട്ടെ, എപ്പോഴോ ഒരു സമയത്ത് ഈ അസ്തേജസിന്റെ വിശ്വസ്ത സേവകനായ ഹർപ്പേഗസ് കൊച്ചിനെ തട്ടിയെടുത്തുകൊണ്ട് പോയി. തനിക്ക് കൊല്ലാൻ പറ്റുന്നില്ല, ഈ കുഞ്ഞിനെ കൊണ്ട് കൊല്ലാൻ പറ്റുന്നില്ല. ഇരുട്ടത്തൂടെ താൻ പൊതിഞ്ഞ് കുഞ്ഞിനെ കൊണ്ട് നടന്നു പോകുന്ന സമയത്ത് രാത്രിയിൽ ഒരു വീട്ടിലൊരു വെളിച്ചം കണ്ടു. ആ വീട്ടിലൊരു കരച്ചിൽ കേൾക്കാം. ആ വീട്ടിൽ ഒരു ഇടയന്റെ വീടായിരുന്നു. ആ വീട്ടിലൊരു കൊച്ചു ജനിച്ചു. ആ കൊച്ച് സ്റ്റിൽ ബർത്തായിട്ടാണ് ജനിച്ചേ. ആ ഇദ്ദേഹത്തിന്റെ ബുദ്ധി തോന്നി, ഈ കുഞ്ഞിനെ, ജീവനുള്ള കൊച്ചിനെ അവിടെ ഇടയന്റെ വീട്ടിൽ കൊടുത്തിട്ട് സ്റ്റില്ലായിട്ട്, അല്ലെങ്കിൽ മരിച്ച് ബർത്തായ കൊച്ചിനെ എടുത്തോണ്ട് തെളിവിന് വേണ്ടി കൊണ്ട് കാഴ്ചവെക്കാമെന്ന്. അങ്ങനെ ഇദ്ദേഹം അത് ചെയ്തു. ഇപ്പം കൊട്ടാരത്തിൽ ജനിച്ച കൊച്ചെവിടാ? ഇടയന്റെ വീട്ടിൽ. അവിടെ ജനിച്ച കുഞ്ഞ് തെളിവിന് വേണ്ടി കൊണ്ടുവന്നു ആ രാജാവിനെ കൊണ്ട് കാണിച്ചു. മേദ്യ പേർഷ്യ രാജാവിനെ കാണിച്ചു. ഇടയന്റെ വീട്ടിൽ വളർന്നു. അല്പകാലഘട്ടം കഴിഞ്ഞപ്പോൾ ചരിത്രങ്ങൾ പറയുന്നു, ആ ഇടയന്റെ വീട്ടിൽ നിന്ന് തനിക്ക് മനസ്സിലായി, താൻ ഈ ഇടയന്റെ വീട്ടിലെ അല്ല, എന്റെ അപ്പനും അമ്മയും കൊട്ടാരത്തിലുണ്ടെന്ന്. തന്റെ പേരായിരുന്നു കിങ് സൈറസ്. കോരശ് രാജാവ് തിരിച്ചു തന്റെ അമ്മയുടെ അടുക്കിലേക്ക് വന്നു. തന്റെ ബാല്യത്തിൽ തന്നെ ദൈവത്തിന്റെ ആത്മാവ്, താൻ പറയുന്നത്, ദൈവത്തിന്റെ ആത്മാവ് തന്നോട് കൽപ്പിച്ചു എന്നാ പറയുന്നത്. താൻ ജാതകീയനാ, താൻ യെരൂശലേംകാരനല്ല, ഇസ്രായേലല്ല, താൻ ജാതകീയനാ. കോരശ് രാജാവ് പല രാജ്യങ്ങളെ വെട്ടിപ്പിടിച്ചു വരിക. താൻ തീരുമാനിച്ചു, എനിക്ക് ബാബിലോണിനെ തകർക്കണമെന്ന്. ദൈവത്തിന്റെ സമയം വരുമ്പോൾ ചിലതിന്റെ അകത്ത് ദൈവം ചിന്തയിടും. ഓ ഗോഡ്, മനസ്സിലാകുന്ന ദൈവമക്കളുണ്ടോ? ഇതെല്ലാം ദൈവത്തിന്റെ ടൈമിങ്ങിലാണ് നടക്കുന്നത്. ഒരിക്കൽ ഹമാസ് ടൈം നോക്കി ഇറങ്ങിയതുപോലെ പണ്ട് ബൈബിളിൽ ഒരു ഹാമാൻ ടൈം നോക്കി ഇറങ്ങിയായിരുന്നു. ആ സമയത്ത് അവരെ കൊന്നുമുടിക്കാൻ ഹാമാൻ എഴുതി വെച്ച സമയത്തെ ഉത്സവവും സന്തോഷമുള്ള സമയമാക്കി ദൈവം മാറ്റിയതുപോലെ ശത്രു എഴുതിയ ചില സമയങ്ങളെ, രേഖകളെ തിരുത്തുന്ന ദൈവം. ഒരക്ഷരത്തിന്റെ വ്യത്യാസമേ ഉള്ളൂ. എന്നു വെസും ഹാമാനും ഹമാസും. ഓക്കെ, കോരശ് രാജാവിനെ തീരുമാനിച്ചു, ഇവരെ ബാബിലോണിനെ തകർക്കണം. പക്ഷെ ബാബിലോണിൽ കയറാൻ പറ്റത്തില്ല. ബാബിലോൺ ഭയങ്കര മതിലുകളാൽ ചുറ്റപ്പെട്ട സ്ഥലമാണ്. താൻ തീരുമാനിച്ചു, ചുരുക്കത്തിൽ പറയട്ടെ, താൻ നദിയിലേക്ക് ഇറങ്ങിയപ്പം നദിയിലെ വെള്ളം, യൂഫ്രട്ടീസ് നദിയിലെ വെള്ളത്തിന്റെ കരണ്ട് തന്നെ വലിച്ചു കളഞ്ഞു. താൻ എങ്ങനെയോ നീന്തി കയറിയെന്ന ചരിത്രം പറയുന്നത്. നീന്തി കയറിയിട്ട് താൻ ഒരു കൽപ്പന കൊടുത്തു. താൻ പറഞ്ഞു, ഈ നദിയെ 180 കനാലായി തിരിച്ച് ഈ നദിയെ വറ്റിക്കാൻ പറഞ്ഞു. തന്റെ പട്ടാളക്കാർ മാറി നിന്ന് ഈ നദിയെ വറ്റിച്ചു. താൻ നദി വറ്റി. ആ പർട്ടിക്കുലർ സമയം വന്നു. ഈ എല്ലാ മാസങ്ങളിലും, അല്ലെ എല്ലാ പർട്ടിക്കുലർ സമയങ്ങളിലും ഈ നദി ഒഴുകിപ്പോകുന്നിടത്തെ ഗേറ്റുകൾ ഉയർത്തി ഇത് ക്ലീൻ ചെയ്യാൻ ഉള്ള പ്രത്യേക സമയം നെബൂഖദ്നേസർ രാജാവിന്റെ കാലത്ത് നിയമിച്ചിട്ടുണ്ട്. ഈ ഗേറ്റുകൾ ഉയർത്തുന്ന സമയത്ത് ഇവിടെ ഭയങ്കര കാവല അങ്ങനെ നിൽക്കുക. ഇവര് ബാബിലോണിലുള്ള രാജാവോ അതിന്റെ പടയാളികളോ ആരും അറിയുന്നില്ല ഈ നദി വറ്റിയ കാര്യം. നദി അങ്ങ് വറ്റിയെന്നോർത്തു. അർമേനിയെന്ന് ഒഴുതി വരുന്ന നദിയാ, മഞ്ഞുരുകുന്ന തീർന്നു കാണുമെന്നോർത്തു. നദി വറ്റി. പക്ഷെ ഈ സമയത്താണ് ഇവിടെ കൊട്ടാരത്തിൽ 1000 മഹത്വക്കൾക്ക് വേണ്ടി ഫീസ്റ്റ് നടക്കുന്നത്. ഈ ഫീസ്റ്റ് നടക്കുമ്പോൾ ഈ ഗേറ്റ് ഉയർന്നിരിക്കുക ക്ലീനിങ്ങിന്. ഈ പട്ടാളക്കാരോർത്തു, ഞങ്ങളുടെ ജനറൽമാരും ഞങ്ങളുടെ പട്ടാള മേധാവിമാരെല്ലാം രാജാവിനോടുകൂടെ കുടിച്ച് ഉല്ലസിച്ച് മത്തരായിരിക്കുകയല്ലേ, പിന്നെ ഞങ്ങൾക്കും കൂടെ അല്പം കുടിച്ചാലെന്നാന്ന് ഓർത്തു. അവരും കുടിച്ചു. അവര് കുടിച്ചിട്ട് അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി. എഴുന്നേക്കാൻ ഗേറ്റ് അടയ്ക്കാൻ മറന്നുപോയി. ഇതെല്ലാം ദൈവത്തിന്റെ കാര്യപരിപാടിയായിരുന്നു. ഈ സമയത്തായിരുന്നു കോരശിന്റെ അകത്ത് ദൈവം ചൊടിപ്പിച്ചത്. കോരശ് തന്റെ സൈന്യവുമായിട്ട് യൂഫ്രട്ടീസ് നദി കൂടെ കയറി വന്നു. ഇതേ സെയിം ടൈം ബാബിലോണിലേക്ക് നമുക്ക് ഓടിപ്പോകാം. എല്ലാം കൂടെ ഒരുമിച്ച് നിർത്തട്ടെ. ബാബിലോണിൽ ദൈവത്തിന്റെ കൈ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, ഇന്ന് നിന്റെ രാജ്യം വിഭജിച്ച് ദൈവം മേദ്യർക്കും
ആഹാ, തമ്പുരാൻ ചിലതിനെ ഒരുക്കിക്കൊണ്ടിരിക്കുക. തമ്പുരാൻ ചില കട്ടന്റെ അപ്പുറത്ത് ചിലതിനെ ഒരുക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. നിന്നെ കവർച്ചയായി കൊണ്ടുപോയത് വെറുതെയല്ല, അവന്റെ മഹത്വത്തിനായി കൊണ്ടുപോയതാ. ദൈവത്തിന്റെ സമയം വരുമ്പോൾ ദൈവം ചിലത് ചെയ്തിരിക്കും. ഞാൻ ഇന്ന് രാത്രി അറ്റ്ലീസ്റ്റ് ടൈം ഓടിച്ചു പറഞ്ഞു നിർത്തട്ടെ. കോരശ് രാജാവ് യൂഫ്രട്ടീസ് നദി കൂടെ കയറി വന്നു. ദാനിയേൽ പറഞ്ഞിട്ട് തന്റെ കൊട്ടാരത്തിൽ ചെന്നില്ല, തന്റെ മുറി ചെന്നില്ല. അതിനു മുമ്പ് ഇവിടെ മൊത്തം യുദ്ധം തുടങ്ങി. അന്ന് രാത്രി ബൈബിൾ എഴുതിയേക്കുന്ന ബെൽഷസ്സർ രാജാവ് കൊല്ലപ്പെട്ടു. ദൈവത്തിന്റെ വചനം പറഞ്ഞാലേ, ദൈവത്തിന്റെ കരം ചിലടത്ത് ഇറങ്ങി വന്നാൽ ചിലത് സംഭവിക്കേണ്ട സമയത്ത് ചിലത് സംഭവിച്ചിരിക്കും. രാജാവെ, നിനക്ക് എത്ര വലിയ മതിലുണ്ടെങ്കിലും, നിനക്ക് എത്ര വലിയ പടയാളികൾ ഉണ്ടെങ്കിലും, ഞാൻ ഒരിക്കൽ കൂടി ആ വചനം 1000 വട്ടം ഉരുവിടുക. സകല പ്രപഞ്ചത്തിനും മീതെ മഹാരാജാവായ എന്റെ ദൈവം വാഴുന്നു. ദാനിയേൽ പോകുന്നതിന് മുമ്പേ മൊത്തം യുദ്ധം തുടങ്ങി. തൂത്തുപറക്കി സകലവരെയും നശിപ്പിച്ചു, സകലവരെയും കൊന്നുകളഞ്ഞു. ദാനിയേലിനെ മൂന്നാമനായി സ്വർണ്ണ സരപ്പളിക ഒക്കെ ഇട്ട് വാഴിക്കാൻ തീരുമാനിച്ചതാ. ദാനിയേലിന്റെ അടുക്ക വന്നപ്പം ദാനിയേൽ പറഞ്ഞു, യജമാനനെ, അങ്ങ് പേർഷ്യൻ രാജാവല്ലേ, അങ്ങയെ കുറിച്ച് ഞങ്ങളുടെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഞങ്ങൾ ഇവിടുത്തുകാരല്ല, ഞങ്ങളെ ഇദ്ദേഹത്തിന്റെ പിതാവായ നെബൂഖദ്നേസർ പിടിച്ചോണ്ട് വന്നതാ. ചോദിച്ചു, എന്നെ കുറിച്ച് നിങ്ങളുടെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടോ? ഏത് പുസ്തകത്തിലാ? അങ്ങോട്ട് തുറന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം, എനിക്ക് 43 or 44 അധ്യായത്തിൽ, ഞാൻ ആഴിയോട് വറ്റിപ്പോക എന്ന് ഞാൻ കൽപ്പിക്കും. കോരശ് എന്റെ ഇടയൻ, അവൻ എന്റെ ഹിതമൊക്കെയും. ഒന്ന് എടുക്കാമോ ദൈവമക്കളെ? കോരശ് എന്റെ ഇടയൻ, അവൻ എന്റെ ഹിതമൊക്കെയും നിവർത്തിക്കും. ഒന്ന് കിട്ടിയെങ്കിലും ഒന്ന് വായിക്കാമോ? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം. കോരശ് ഇടയനല്ല, ഇടയന്റെ വീട്ടിൽ ജനിച്ചതല്ല. കോരശ് എന്റെ ഇടയൻ, അവൻ എന്റെ ഹിതമൊക്കെയും നിവർത്തിക്കുമെന്നും യെരൂശലേം പണിയപ്പെടും, മന്ദിരത്തിന് അടിസ്ഥാനമിടുമെന്നും ഞാൻ കൽപ്പിക്കുന്നു. യഹോവ തന്റെ അഭിഷിക്തനായ കോരേശിനോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, അവന് ജാതികളെ കീഴടക്കി രാജാക്കന്മാരുടെ അരക്കച്ചകളെ അഴിക്കേണ്ടതിനും കതകുകൾ അവന് തുറന്നിരിക്കേണ്ടതിനും വാതിലുകൾ അടയാതിരിക്കേണ്ടതിനും ഞാൻ അവന്റെ വലങ്കൈ പിടിച്ചിരിക്കും. ഞാൻ അവന്റെ വലങ്കൈ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 44 അധ്യായത്തിന്റെ 27-28 വാക്യം, ഞാൻ ആഴിയോട് ഉണങ്ങിപ്പോകാം, നിന്റെ നദികളെ ഞാൻ വറ്റിച്ചു കളയുമെന്ന് കൽപ്പിക്കുന്നു. കോരശ് എന്റെ ഇടയനെന്ന്. ഓ ദൈവമക്കളെ, കോരശ് ജനിക്കുന്നതിനെക്കാട്ടിലും 150 വർഷങ്ങൾക്ക് പുറകില യെശയ്യാ പ്രവചിക്കുന്നത്. ഓ, നിങ്ങൾ മിണ്ടുന്നില്ലല്ലോ. കോരശ് ജനിക്കുന്നതിന്റെ 150 വർഷങ്ങൾക്ക് പുറകിൽ യെശയ്യാ പ്രവചിക്കുക. ഇന്ന് രാത്രിയിൽ ഓർത്തോ, നിന്റെ ഭാവി നാളെ എന്താകുമെന്ന് ഓർത്ത് നീ ചിന്തിക്കേണ്ട. നീ ജനിക്കുന്നതിനെക്കാട്ടിലും മുമ്പേ നിനക്ക് വേണ്ടി കരുതിയ ദൈവം, നിന്റെ ഭാവിയെ സെറ്റ് ചെയ്ത ദൈവം, ഈ ദൈവത്തെ അതുകൊണ്ടാ വിളിക്കുന്നത് സർവജ്ഞാനിയായ ദൈവം. അക്കരങ്ങളെ ഉയർത്തി കർത്താവിന്റെ മഹത്വം കൊടുക്കാമോ? ചുരുക്കത്തിൽ പറഞ്ഞു നിർത്തട്ടെ. കോരശ് രാജാവ് ഓർഡർ കൊടുത്തു. BC 536 ഓർഡർ കൊടുത്തു. യെരൂശലേമിൽ നിന്ന് പിടിച്ചോണ്ട് വന്ന സകല നിവാസികൾക്ക് മടങ്ങിപ്പോകാമെന്ന്. 7-ാം മാസം 50,000 പേര്, BC 536 7-ാം മാസം 50,000 പേര് സെരുബാബേലിന്റെ നേതൃത്വത്തിലും യോശുവ എന്ന മഹാപുരോഹിതന്റെ നേതൃത്വത്തിലും യെരൂശലേമിലേക്ക് മടങ്ങി വന്നു. മടങ്ങി വന്നപ്പോൾ കാണുന്ന കാഴ്ച, യെരൂശലേം തകർന്നിരിക്കുന്നു. BC 536. അതിനകത്ത് കിടക്കുക ദൈവത്തിന്റെ കണക്ക്. 606 തൊട്ട് BC 606 തൊട്ട് BC 536 വരെ 70 വർഷമാണ്. നമുക്ക് സ്തോത്രമൊന്നും വരുന്നില്ലല്ലോ ദൈവമക്കളെ. BC 606 തൊട്ട് 536 വരെ 70 വർഷമാ. യെരമ്യാവിനോട് ദൈവം പറഞ്ഞു, 70 വർഷം കഴിയുമ്പോൾ യെരൂശലേമിലേക്ക് ജനം മടങ്ങി വരും. ഓ, ഇന്ന് രാത്രി മനസ്സിലാകുന്ന ദൈവമക്കളോടുണ്ടോ? ദൈവമക്കളെ, കാലങ്ങൾ മാറി, രാജാക്കന്മാര് മാറി, ഭരണം മാറി. അവന്റെ വചനത്തിന്
മാറ്റമില്ല. നിന്നോട് ദൈവം വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിന്നോട് ദൈവം വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിന്റെ കുടുംബത്തോട് വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ചരിത്രങ്ങൾ വിളിച്ചു പറയുക. ബൈബിൾ സത്യമാ. ഞാൻ ഈ പറഞ്ഞ ചരിത്രങ്ങൾ പേർഷ്യൻ ചരിത്രങ്ങളാ പറഞ്ഞേ. കാലങ്ങളെയും കാലഘട്ടങ്ങളെയും രാജാക്കന്മാരെ നിയന്ത്രിക്കുന്ന ഒരു സ്വർഗമുണ്ട്. 536 വന്നു. 2-3 വാക്കുകൾ കൂടെ പറയട്ടെ. വന്നപ്പോൾ കാണുന്ന കാഴ്ച പരിതാപകരമാ. മണമുള്ള പട്ടണം ഇപ്പോൾ തകർന്നു, ആരാധനയുള്ള പട്ടണം തകർന്നു, എല്ലാം തകർന്നു. ഇവരെന്ത് ചെയ്തെന്നറിയാമോ? എസ്രാ പ്രവാചകന്റെ പുസ്തകത്തിൽ 4-ാം അധ്യായത്തിൽ 1-ാമത്തെ വരവിനെ കുറിച്ച് എസ്രാ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 3-4 അധ്യായങ്ങളിൽ. ഞാൻ ആ വാക്കുകൾ ഓടിച്ചു പറയട്ടെ. വന്നു 50,000 പേര് മടങ്ങി വന്നു. മടങ്ങി വന്നപ്പോൾ കാണുന്ന കാഴ്ച മതിലില്ല, മതിലിടിഞ്ഞു. എന്തുകൊണ്ട് മതിലിടിഞ്ഞു? ആത്മമതിൽ പോയപ്പോൾ ഭൗതിക മതിലിടിഞ്ഞു, ആലയം തകർന്നു. ഇവരാദ്യമേ ആലയത്തിന് അടിസ്ഥാനം ഇടാൻ നോക്കിയില്ല. ഒരു പട്ടണത്തിലേക്ക് 50,000 പേര് മടങ്ങി വന്നു. നമ്മളാണ് എന്ത് ചെയ്തേനെ? ഞങ്ങളുടെ ബാംഗ്ലൂരിലെ ഭാഷയെ പറഞ്ഞാൽ ഒരു 30-40 സൈറ്റ് മേടിച്ചൊരു വീട് വെച്ചേനെ ആദ്യം. പക്ഷെ ഇവര് ചെയ്തത് വീട് വെക്കാൻ പോയില്ല, അവിടെ റോഡ് ഉണ്ടാക്കാൻ പോയില്ല, അവിടെ ഇൻഫ്രാസ്ട്രക്ചർ ഒന്നും റെഡിയാക്കാൻ വേണ്ടി അവർ പോയില്ല. അവർക്കറിയാം പട്ടണം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ആദ്യമേ യാഗപീഠം പണിയണമെന്ന്. ഓഹോ, എന്തുവാ? പട്ടണം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ എസ്രാ പുരോഹിതൻ എഴുതിയേക്ക. അവർ മോശയുടെ ന്യായപ്രമാണ പ്രകാരം ഇടിഞ്ഞുപോയ യാഗപീഠം പണിത് ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും ദൈവത്തിന്റെ പ്രമാണമർപ്പിച്ച് അർപ്പിക്കാൻ തുടങ്ങി. ഇന്ന് പകൽ, ഇന്ന് രാത്രി ഇവിടെ നിന്ന് ഞാൻ വിളിച്ചു പറയുക, നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടണോ? നമ്മുടെ ജീവിതം ഉയർത്തപ്പെടണമോ? നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടണമോ? ഇടിഞ്ഞുപോയ യാഗപീഠങ്ങളെ, യാഗപീഠവും മഴയുമായിട്ട് കണക്റ്റഡാ. യാഗപീഠവും അനുഗ്രഹവുമായിട്ട് കണക്റ്റഡാ. യാഗപീഠവും ഐശ്വര്യവുമായിട്ട് കണക്റ്റഡാ. യാഗപീഠവും കാവലുമായിട്ട് കണക്റ്റഡാ. യാഗപീഠം നിന്റെ വീട്ടിലുണ്ടോ? നിന്റെ വീടിനെ ദൈവം പണിതോളും. ഇന്ന് രാത്രിയിൽ ചില ദൈവമക്കൾ ഇടിഞ്ഞുപോയ യാഗപീഠങ്ങൾ ആരുടെയെങ്കിലും വീട്ടിൽ കിടപ്പുണ്ടെങ്കിൽ ഇന്ന് രാത്രി യാഗപീഠങ്ങൾ പണിയുന്ന രാത്രിയായി തീരട്ടെ. യാഗപീഠം പണിതു, യാഗപീഠം പണിതു. 2 വർഷം BC 536 തൊട്ട് 2 വർഷം യാഗപീഠം പണിത് ആരാധന നടത്തി. ആലയം പണിതില്ല. BC 536 തൊട്ട് 2 വർഷം. 534 എത്തി. 534 ഓടിച്ചു പറയാം. 34 എത്തിയപ്പോൾ സെരുബാബേൽ വന്ന് ആലയത്തിന് അടിസ്ഥാനം ഇട്ടു. അടിസ്ഥാനം ഇട്ടത് മാത്രമേ ഓർമ്മയുള്ളൂ. ഒരു പണി നടന്നില്ല, പണി നിന്നു. കാരണം ശമരിയർ എഴുന്നേറ്റ് വന്നു. ശമരിയക്കാർ, അടുത്ത ദേശത്തു നിന്നുള്ള നദിക്കിക്കരയും അക്കരയുമുള്ള ജാതികൾ എഴുന്നേറ്റ് വന്നു. അവർ വന്നു പറഞ്ഞു, ഞങ്ങൾ നിങ്ങളുടെ കൂടെ പണിയാമെന്ന് പറഞ്ഞു. സെരുബാബേൽ പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞു. ഞങ്ങളുടെ ദൈവത്തിന്റെ ആലയം ഞങ്ങൾ പണിതോളാമെന്ന് പറഞ്ഞു. പണി നിന്നുപോയി. ചരിത്രങ്ങൾ പറയുന്നു ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ പ്രോബ്ലം നിമിത്തം 534 പണി നിന്നു. പണിയാൻ പറ്റുന്നില്ല. കാരണം അകത്തുനിന്നും പുറത്തുനിന്നും ദേശത്തുനിന്നും എല്ലാം പ്രശ്നങ്ങൾ എഴുന്നേറ്റ് വരിക. ഇതിനകത്തൂടെ ഒരു ആത്മീക ദൂത് കൂടെ വിളിച്ചു പറയട്ടെ. കഴിഞ്ഞു 14 വർഷം. 534 തൊട്ട് 14 വർഷം 520 എത്തി. 520 എത്തിയപ്പോൾ ദൈവം 2 പ്രവാചകന്മാരെ എഴുന്നേൽപ്പിച്ചു. ഒന്നാമത്തെ ആളിന്റെ പേര് ഹഗ്ഗായി പ്രവാചകൻ. ഹഗ്ഗായി ഒരു പ്രായമായ പ്രവാചകനാ. താൻ 4 ഇൻസ്ട്രക്ഷൻ പ്രവചിച്ച് നിർത്തി. പക്ഷേ മറ്റൊരു പ്രവാചകന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വന്നു. അദ്ദേഹത്തിന്റെ പേര് സെക്കരിയാവ്. സെക്കരിയാവ് യൗവനക്കാരനായിരുന്നു. സെക്കരിയാവിനോട് പറഞ്ഞു, പ്രവചിക്ക് സെക്കരിയാവേ, പ്രവചിക്ക്. യെരുശലേമിലേക്ക് യഹോവ കരുണയോടെ തിരിയാൻ പോവാ. യെരുശലേമിന്റെ മീതെ വീതിയും കിടങ്ങുമായി യെരുശലേം പണിയപ്പെടും. യെരുശലേമിന്റെ നഗരങ്ങളിൽ ആൾക്കാർ ഇരിക്കും. യെരുശലേമിന്റെ മീതെ അളവ് നൂൽ പിടിക്കപ്പെടും. സെക്കരിയാവ് പ്രവചിക്കാൻ തുടങ്ങി. 520 ജനം എഴുന്നേക്കാൻ തുടങ്ങി. ഇങ്ങനെ വാക്കുകൾ നിർത്തട്ടെ. 2-ാം അധ്യായം എത്തിയപ്പോൾ സെക്കരിയാവിനോട് ദൈവത്തിന്റെ ആലോചന വരിക. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന സകല ദൈവമക്കളും കേട്ടോ, ദൈവത്തിന്റെ വചനം എവിടെയെങ്കിലും റിലീസ് ആയിട്ടുണ്ടെങ്കിൽ
അടുത്ത മണിക്കൂറുകൾ കഴിയുന്നതിന് മുമ്പ് നിങ്ങൾ നോക്കിക്കോ, ചിലത് ചെയ്യാനുള്ള ദൈവത്തിന്റെ ആജ്ഞ അനുസരിക്കുന്ന ദൂതന്മാർ ഇറങ്ങി വരും. ഇന്ന് രാത്രിയിൽ ഈ പട്ടണത്തിന് വേണ്ടി, ദൈവസഭയ്ക്ക് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരട്ടെ. ദൈവം പറഞ്ഞു യെരൂശലേമിന്റെ മീതെ അളവ് നൂൽ പിടിക്കും. 1:16 അളവ് നൂൽ പിടിക്കും, അളവ് നൂൽ പിടിക്കും. ഇത് പറഞ്ഞു കഴിഞ്ഞു. 2:1 വായിക്കുമ്പോൾ, സെക്കറിയാവ് 2:1 വായിക്കുമ്പോൾ അവിടെ കാണുക, സെക്കറിയാവ് തല ഉയർത്തി നോക്കുമ്പോൾ ചിലത് കാണുക, അളവ് നൂല് പിടിച്ചൊരു പുരുഷൻ അതുവഴി നടക്കുന്നു. ഇന്ന് രാത്രി വചനം പറഞ്ഞിട്ടുണ്ടോ? ദൈവത്തിന്റെ ദൂതന്മാർ നിനക്ക് വേണ്ടി ഇറങ്ങി വരും. വിശ്വസിക്കുന്ന ദൈവമക്കളിനകത്തുണ്ടോ? 2025 തുടക്കത്തിൽ വചനം ഞാൻ റിലീസ് ചെയ്യുക. ദൈവദാസന്മാരായ ഞങ്ങൾ ഒരുമിച്ച് വചനം റിലീസ് ചെയ്യുക. ഇസ്രായേലിന്റെ മേൽ അളവ് നൂല് പിടിക്കുമെന്ന് പറഞ്ഞതുപോലെ ദൈവ മക്കളുടെ മീതെ പിടിക്കും, പിടിക്കും, അളവ് നൂല് പിടിക്കും, അളവ് നൂല് പിടിക്കും. ഇന്ന് രാത്രി ചിലത് കാണണമെങ്കിൽ തല ഉയർത്തി നോക്ക്, ആത്മമണ്ഡലത്തിൽ ഉയർത്തി നോക്ക്. അളവ് നൂല് പിടിക്കുന്ന പിടിച്ചുകൊണ്ട് പുരുഷൻ ഇറങ്ങി വന്നിരിക്കുന്നു. ഉടനെ അടുത്ത ദൂതനെ ദൈവം അയക്കുക. അയച്ചിട്ട് വന്ന് പറയുന്ന വാക്കുകളാ. ഞാൻ അവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യട്ടെ, നിർത്തട്ടെ ദൈവമക്കളെ. യെരൂശലേമിനോട് ദൈവം പറയാ, BC 606 നിന്റെ ആത്മമതിൽ പോയതല്ലേ? ആത്മമതിൽ ദൈവം നിനക്ക് തന്ന സുരക്ഷ, ആത്മീക സുരക്ഷ, നാട്ടുകാർക്കും വീട്ടുകാർക്കും മറ്റാർക്കും കാണാൻ പറ്റാത്ത പരിച നിന്റെ പാപനിമിത്തം പോയതല്ലേ? ദൈവം പറയുക, ദേ യെരൂശലേം അതിലെ മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ബഹുത്വം നിമിത്തം മതിലില്ലാതെ തുറന്നു കിടക്കുമെന്ന് പറ. എന്നാൽ ഞാൻ അവർക്ക് ചുറ്റും തീമതിലായിരിക്കും. ആ വാക്കൊന്ന് പറഞ്ഞേ, ഞാൻ അവർക്ക് ചുറ്റും ദൈവം തീമതിലായി തീരുമെന്ന് വചനം റിലീസ് ചെയ്തു. യെരൂശലേമിന് ചുറ്റും തീമതിൽ ഇറങ്ങി വന്നു. തീമതിൽ ഇറങ്ങി വന്നു. ആലയത്തിന്റെ പണി തുടങ്ങി. ആലയത്തിന്റെ പണി തുടങ്ങി. ഇന്ന് രാത്രിയിൽ ഇടിഞ്ഞുപോയ, പണി നടക്കാതിരുന്ന ചില മേഖലകളുടെ മേൽ ദൈവത്തിന്റെ തീമതിൽ ചില കുടുംബത്തിന് മീതെ ഇറങ്ങി വരട്ടെ. യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ദൈവമക്കൾ ഉണ്ടെങ്കിൽ ആ കാര്യങ്ങളെ തട്ടി ദൈവത്തിന് മഹത്വം കൊടുത്തേ. ദൈവത്തിന്റെ വചന ഊരിവിട്ടാൽ ചിലത് സംഭവിച്ചിരിക്കും. 520 14 വർഷം പണിയാതെ കിടന്ന ആലയത്തിന്റെ പണി തുടങ്ങി. ഇന്റേണൽ പ്രോബ്ലം പിന്നെയും വന്നു, എക്സ്റ്റേണൽ പ്രോബ്ലം പിന്നെയും വന്നു. പക്ഷെ തീമതിനകത്തോട്ട് കയറാൻ പറ്റത്തില്ല. ഇന്ന് പകൽ ആത്മീകമായി ചില കുടുംബത്തിന് മീതെ തീമതിൽ ഇറങ്ങി വരട്ടെ. നീ രാത്രിയിൽ ഉറങ്ങുമ്പോഴും നിന്നെ മൂടുന്ന ദൈവത്തിന്റെ തീമതിൽ, ഇസ്രായേലിന്റെ പാളയത്തിന് മീതെ പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിത്തൂണുമായി നിന്ന ദൈവത്തിന്റെ സാന്നിധ്യം. വിശ്വസിക്കുന്ന ദൈവമക്കൾ ദൈവത്തോട് നന്ദി പറഞ്ഞേ. ആ കാര്യങ്ങളെ തട്ടിയൊന്ന് ദൈവത്തോട് നന്ദി പറഞ്ഞേ. ഇന്ന് രാത്രി ദൈവസഭയ്ക്ക് ചുറ്റും ദൈവത്തിന്റെ തീമതിൽ ഇറങ്ങി വരട്ടെ. തീമതിൽ ഇറങ്ങി വരട്ടെ. ഏത് പ്രോബ്ലം നിനക്ക് നേരെ വന്നാലും ഇയ്യോബിന്റെ പുസ്തകത്തിൽ പറഞ്ഞതുപോലെ നിന്റെ വേലിക്കരികി മാത്രമേ വരാൻ റൈറ്റ് ഉള്ളൂ. നിന്റെ അടുക്കലോട്ട്, നിന്റെ അകത്തോട്ട് അടുക്കാൻ പറ്റത്തില്ല. അടുക്കാൻ പറ്റത്തില്ല. സങ്കീർത്തനക്കാരൻ വിളിച്ചു പറയുന്നു, ഒരു ബാധയും. ഒന്നുരുവിട്ടെ ദൈവമക്കളെ, ഒന്നുരുവിട്ടെ. ഒരു ബാധയും ധൈര്യത്തോടെ വിളിച്ചു പറ, എന്റെ കർത്താവിന്റെ വചനം ജീവനുള്ളതോ. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് എന്റെ കർത്താവ് നിന്നെ വില കൊടുത്തു മേടിച്ചത്. എന്റെ കർത്താവ് നിന്നെ വെള്ളി, പൊന്ന് മുതലായി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തത്തിൽ വിലയ്ക്ക് വാങ്ങിയത്. ഇടയ്ക്കിടയ്ക്ക് ശത്രുവിന് നിന്റെ വീട്ടിൽ വന്ന് നിന്റെ വീട്ടിൽ ഉണ്ടാക്കിയ അധ്വാന ഫലമല്ല മോട്ടിച്ചോണ്ട് പോകാനല്ല. ഇന്ന് രാത്രി വിളിച്ചു പറ, എന്റെ വീടിന് ചുറ്റും ഞാൻ തീമതിലായി. മന്ത്രവാദം ഫലിക്കത്തില്ല, ആഭിചാരം ഫലിക്കത്തില്ല, സാക്ഷാൽ ഇസ്രായേലിന്റെ മീതം ഫലിക്കത്തില്ല.
രാജകീയ മന്ത്രവാദം ചെയ്യാൻ ബിലയാമും ബാലാക്കും വന്നാലും ലക്ഷണവിദ്യ ഇവരോട് ഒക്കത്തില്ല. കാരണം നിന്റെ മീതെ തീ അതിലുണ്ട്. പതിനാല് വർഷം പണിയാതെ കിടന്ന പണി തുടങ്ങി. അപ്പൊ തീമതിൽ ഇറങ്ങി വന്ന ചില പണി നടക്കും. 14 വർഷം പണിയാതെ കിടന്ന പണി തുടങ്ങി. 520 പണി തുടങ്ങി. 516 സെരുബാബേലിൻ ആലയത്തിന് ആണിക്കല്ല് കയറ്റി. പക്ഷെ നമ്മൾ രണ്ടാമത് വായിച്ച വാക്യം, സെരുബാബേലിനോടുള്ള ദൈവത്തിന്റെ അരുളപ്പാട് ഇത് സൈന്യത്താലെ അല്ല, ശക്തിയാലുമല്ല. സെരുബാബേലിന്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ നീ ആരാ? എന്തോ മഹാപർവ്വതം എന്ന് പറഞ്ഞെന്നറിയാമോ? ദ സ്ട്രോങ്ങസ്റ്റ് പവർ. കിങ്ഡത്തെ കാണിക്കുന്ന, രാജത്വത്തെ കാണിക്കുന്ന സെരുബാബേൽ ഓർത്തു, കോരശും ദാര്യാവേശും ഒക്കെ ഞങ്ങളുടെ കൂടെ ഉള്ളത് കൊണ്ട് അവരുടെ സൈന്യബലത്തിലായിരിക്കും ഞങ്ങൾ പണിയുന്നതെന്ന്. പക്ഷേ കോരശ് രാജാവ് മരിച്ചുപോയി. BC 530 കോരശ് രാജാവ് മരിച്ചു. എല്ലാം കഴിഞ്ഞു. ദൈവം പറയുക, സെരുബാബേലെ സൈന്യത്താലെ അല്ല, ശക്തിയാലെ അല്ല, നീ സൈന്യത്തിൽ ആശ്രയിക്കേണ്ട, നീ ശക്തിയിൽ ആശ്രയിക്കേണ്ട, എന്റെ ആത്മാവ് നിനക്ക് വേണ്ടി ചെയ്യാൻ പോവാ. ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവമക്കളുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിന് ചുറ്റും ഏതെങ്കിലും തരത്തിൽ ഇടിഞ്ഞു പോയാ ആ കണ്ണുകളെ അടച്ച് ആ കരങ്ങളെ തട്ടി അല്പസമയം ദൈവത്തോട് നന്ദി പറഞ്ഞ്, അല്പസമയം നാവുകളെ തുറന്ന് ആത്മാവിലും സംസാരിച്ച്, ഓ ഒന്ന് രണ്ട് നിമിഷം കർത്താവിനോട് നന്ദി പറഞ്ഞ് ആ കരങ്ങളെ തട്ടി ഈ നിമിഷം ഏതെങ്കിലും തരത്തിൽ ദൈവജനത്തിന്റെയോ ഏതെങ്കിലും കുടുംബത്തിന് ചുറ്റുമോ മതിലുകൾ ഇടിയപ്പെട്ടിട്ടുണ്ടെങ്കിൽ മതിലുകളെ പണിയുന്ന ഒരു സ്വർഗം ഈ രാത്രി ഇവിടെ ഉണ്ട്.